പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ച ഉച്ച തിരിഞ്ഞാണ് ഞങ്ങൾ എടുക്കുന്നത്. 3:30 സമയം. വെയിലിൻ്റെ ചില അടികളുണ്ട്, നല്ല കുഴപ്പമില്ല. തിങ്കളാഴ്ചയും ഞായറാഴ്ചയും മാറിയിട്ടാണ് ഇടുന്നത്. സോറി കേട്ടാ. ഉമാമോഹൻ, മോളമ്മയും റോഷിയും നിങ്ങളും ചേർന്ന് പാചകം സൂപ്പർ, നല്ല സ്നേഹമുള്ള പെരുമാറ്റം. ഇത് ഇവിടെ സൗദി അറേബ്യയിൽ കിട്ടും. സാൻഡ്വിച്ച് രൂപത്തിൽ പലതരത്തിലുള്ളത് വെച്ചിട്ട് ഇങ്ങനെയുള്ള കുബൂസിന്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള സാൻഡ്വിച്ചുകൾ ഇവിടെ സുലഭമാണ്. ജഗൂട്ടനെ ഒരുപാട് ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഫുഡ് എന്തായാലും റോഷിക്കും ജോണിനും അഡ്വാൻസ് മംഗളാശംസകൾ. ആ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടൽ. അതെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഷവർമ നമ്മൾ വല്ലപ്പോഴൊക്കെ പോയിട്ട് കഴിക്കും. ഈ ഷവർമയിൽ മെയിനായിട്ടുള്ളത് മയോണൈസാണല്ലോ. മയോണൈസിൽ ഓയിൽ ഉണ്ടാവുമല്ലോ, അത് ശരീരത്തിന് ഹാനികരമാണല്ലോ. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തൈര് യോഗട്ടാണ് ഉണ്ടാക്കുന്നത്, തൈരാണ് ചേർക്കുന്നത്. ശരീരത്തിന് ഹാനികരമല്ല. നമുക്ക് ഉബൂസിന് പകരം ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങളൊക്കെ നിറച്ചാൽ മതി. അടിപൊളി ഹെൽത്തി സാധനമില്ലേ? അതെ, അടിപൊളി സാധനമാണ്. ആർക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ ഉള്ളിൽ ഈ സാധനം വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കഴിച്ചാൽ മതി. സൂപ്പർ സാധനമാണ്. എന്തായാലും മോളമാൻറ്റി ഉണ്ടാക്കിയിട്ടുള്ള ആ സാധനത്തിന് എല്ലാവരും ഒരുവിധം പേരൊക്കെ പറഞ്ഞോണത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പറഞ്ഞോണത് എല്ലാവരും ഉണ്ടാക്കാനായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ചിക്കന് വരെ മീനാന്ന് മാത്രം. പിന്നെ അതിൽ പറ്റിയുള്ള ദില്ല് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ ഹൈലൈറ്റ് മാളുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അവിടെ പോയിട്ട് ലുലുവിൽ പോയിട്ട് ഹൈലൈറ്റ് മാൾ വാങ്ങിച്ചു. ലുലുവിൽ പോയിട്ട് ദില്ല് വാങ്ങിച്ചു. അങ്ങനെ അത് പെരിഞ്ജീരകത്തിന്റെ ഇലയാണോ എന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ വിത്തൊക്കെ ആന്റി കൊണ്ട് വന്നിട്ടുണ്ട് നമ്മളോട് പാവാനായിട്ട്. ചിലവര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അയമോദകത്തിന്റെ ആണെന്ന്, ഇലയാണെന്നത്. എന്തായാലും ദില്ലെന്ന് പറഞ്ഞാൽ ഇല കിട്ടി. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യാം. അതിന്റെ ലിങ്ക് ഒന്നുകൂടി ഇട്ട് തരാട്ടാ നിങ്ങൾക്ക്. ഇപ്പൊ ഈ വർത്താനം പറഞ്ഞല്ലോ, ചിലവർ കണ്ടിട്ടുണ്ട് ഇത് എന്തിട്ടാണ് ഇവര് പറയുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക്, ഈ വീഡിയോ കാണുന്നവര് നമ്മുടെ അത്രയ്ക്കും നമ്മളിഷ്ടമുള്ള നമ്മൾ എന്തിട്ടാലും കാണുന്നവരാണ് ഇതിരുന്നവര്. ഈ വീഡിയോ കാണുന്നവര്. അപ്പൊ അവർക്ക് മോളമ്മാൻറ്റിയുടെ വീഡിയോന്റെ ലിങ്കിന്റെ ആവശ്യം ഇവര് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ലിങ്ക് ഇട്ട് തരുന്നില്ല. അടുത്തത് മുഹമ്മദ് ഷാജഹാൻ എല്ലാ വീഡിയോയിലും കമന്റ് ഇടണതാണ് കേട്ടാ. കൊറേ ഇമോജികളും കൊറേ ചക്ക മാങ്ങ അത് ഇത് അങ്ങനെ കണ്ണി കണ്ട സാധനങ്ങളുടെ ഇമോജി ഇടും. കേരളത്തിലെ ഒരുവിധം പച്ചക്കറികളും പഴങ്ങളും പൂക്കള് എല്ലാതും ഇടുവാള്. അങ്ങനെ കൊറേ. അജു ചേട്ടന് തൃശ്ശൂരിൽ മാത്രമല്ല പിടി, അങ്ങ് അമേരിക്കയിലും ഉണ്ട് പിടി എന്നാണ് എഴുതിയേക്കണ കേട്ടാ. പിന്നെ സന്തോഷം. അടുത്തത് റാസി സ്വീറ്റ് ഹോം. സരിതാ ചേട്ടാ, ഇവരെ പോലെ നിങ്ങളുടെ വീട്ടിൽ വരാൻ കൊതിയാവുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ ഹസ്ബൻഡ് മക്കൾ ഇവർക്കാർക്കും നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല. എൻ്റെ മാത്രം ആരൊക്കെയോ ആണ് നിങ്ങൾ ഇത്ര നന്നായിട്ട് അറിയുന്നത് നിങ്ങൾക്കറിയില്ലല്ലോ ഞാൻ ആരാണെന്ന്. എനിവേ വീഡിയോ നന്നായി. എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടാണ്. കുറേ പേർക്കുണ്ട് ഈ പ്രശ്നം. ഭാര്യമാര് കാണുന്നുണ്ട്, ഭർത്താക്കന്മാര് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാര് നമ്മുടെ വീട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോ കൊണ്ടുപോകാൻ സമ്മതിക്കണില്ല. ഒരു പരിചയമില്ലാത്ത വീട്ടിലേക്ക് എങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമ്മതിക്കണില്ല. അത്ര കുറെ പേരെ നമ്മളോട് അത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഹസ്ബൻഡ് സമ്മതിക്കില്ല. ഇതിൽ കൂടെ ഒക്കെ പോകുന്നു ചിലപ്പോ. അയ്യോ ഇതേ കമ്പനിപ്പടി, ഇവിടെയാണ് അജുവിന്റെ വീട്, സരിതയുടെ വീട് എന്നൊക്കെ പറയുമ്പോൾ ഇത് ആരാണ് നിനക്ക് അവരറിയണ പോലെ അവർക്ക് നിങ്ങൾ അറിയില്ലല്ലോ. നമുക്ക് ഒരു പരിചയമില്ലാത്ത വീട്ടിൽ ഇങ്ങനെ കയറി ചെല്ലാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല. ഭർത്താക്കന്മാരെ നിങ്ങൾ ഒന്നും അനുവദിക്കുകയെ. അതിന് ഈ ഭാഗം മാത്രം ഒന്ന് ഭർത്താവിനെ കാണിക്കും, ഞങ്ങൾക്കറിയാം എന്ന് പറയും ട്ടാ. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ. അമേരിക്കൻ അമ്മായിയും മകളും അടിപൊളി. അവരെ കണ്ടപ്പോഴാ പഴയ വീഡിയോ ഓർമ്മ വരുന്നത്. ആന്റിയുടെ മോൾ നല്ല നീളമാണല്ലോ. അവരുണ്ടാക്കിയ സാൻഡ്വിച്ച് അടിപൊളി. നമ്മളിവിടെ ഉയരം എന്നാ പറയാം, നീളം എന്ന് പറയില്ല. ചില സ്ഥലത്ത് നീളം എന്നാ പറയാ അല്ലേ. 5 അടി 11 ഇഞ്ചാണ് ഉയരണ്ട്. 5 14 ഉയരം. പറയല്ലേ പറഞ്ഞേ ഒന്നുമില്ലേ. അടുത്ത വായിച്ചോ. ലേലി ബേസിൽ. അജു സരിത ജഗുമോൻ ഇന്നത്തെ വീഡിയോ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. ആ ആന്റിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആണ് സുചിത്ര മോഹൻലാലിനെ പോലെ തന്നെ ഇരിക്കുന്നു എന്ന്. അത് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും അത് കമന്റ് വായിച്ചപ്പോ ഞങ്ങൾക്ക് തോന്നി ശരിയാണല്ലോ, അതുപോലെ തന്നെയാണല്ലോ. പണ്ട് ആന്റിനെ കാണാൻ സീനത്തമ്മന്റെ മോച്ചായിരുന്നു എന്ന് ആന്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ചെറുപ്പത്തിൽ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് അതുപോലെ തോന്നിയിട്ടാണ്. നല്ല സിൽക്കി ഹെയറും. ഹിന്ദി സിനിമ നടിയില്ലേ ഗുർബാനിയിലത്തെ നായിക, അതുപോലെ തോന്നിയിരുന്നു. ലക്ഷ്മിക്കുട്ടി നായർ. സൂപ്പർ വീഡിയോ, സൂപ്പർ ഫാമിലി, സൂപ്പർ ഹോസ്പിറ്റാലിറ്റി, സൂപ്പർ ന്യൂ ഡിഷ്, സൂപ്പർ കമന്റ്. ഫസീല ഷുക്കൂർ. കണ്ടപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കാൻ തോന്നിയ ഒരു ഐറ്റം. റോഷ്നി നല്ലൊരു കലാകാരിയാണ്. റോഷ്നി അല്ലാട്ടാ, റോഷി.
പാട്ടും ഡാൻസും ഒക്കെ സൂപ്പർ. പ്രയാഗകുട്ടി ഭാവിയിൽ നല്ലൊരു ഡാൻസറാകും, ദൈവം അനുഗ്രഹിക്കട്ടെ. ആൻറ്റിയുടെ സംസാരം എനിക്ക് ഒത്തിരി ഇഷ്ടമായി, സുചിത്ര മോഹൻലാലിനെ പോലെ തോന്നി. റോഷിക്കും ജോണിനും വിവാഹ മംഗളാശംസകൾ. അവരോട് പറയട്ടാ. അടുത്തത് അവർ കമൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അടുത്തത് നിവ്യ ശരത്ത്. ചേട്ടൻ്റെയും സരിതേച്ചിയുടെയും പെരുമാറ്റമാണ് എല്ലാവരെയും ഈ വീട്ടിലേക്ക് ആകർഷിക്കുന്നതും അതുപോലെ അടുപ്പിക്കുന്നതും. എന്നും ഇതുപോലെ പുതിയ പുതിയ നല്ല കൂട്ടുകെട്ടുകൾ ലഭിക്കട്ടെ, ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ ഉണ്ടാവട്ടെ, ഓർമ്മയിൽ എന്നും ഓർത്തു വെക്കാനായി. ഉണ്ടാക്കിയ ഐറ്റം എന്തായാലും കാണാൻ നല്ല രസമുണ്ട്, അതുപോലെ കഴിക്കാനും സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതെ, കഴിക്കാനും സൂപ്പറാണ്. അടുത്തത് സ്റ്റാർസ് ആൻഡ് ബെൽസ്. കൺഗ്രാറ്റുലേഷൻസ് റോഷി ആൻഡ് ജോൺ, മോളമ്മ ആൻറ്റി ആൻഡ് റോഷി സോ സ്വീറ്റ്. Aju, Sarada and Jaguman, so lucky to have people love you around the world and even find time to come and meet you when they come to their home country. They consider you as their relatives or sister and brother. Aju, try attend Roshi's wedding and it's a trip to US as well. Chicken fingers are delicious and gyro. I will certainly try at home. Thank you, Molamandi. Roshi, best wishes. എന്തായാലും അതായത് ആളുകൾക്ക് നമ്മളോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അവര് നാട്ടിലേക്ക് വരുമ്പോൾ ആകെ കുറച്ച് ദിവസത്തേക്കാണ് വരണേ. അപ്പം ആ ദിവസത്തിൽ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇനി ആൻറ്റി വരുമ്പോൾ ഇനി റോഷിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി വരും. അപ്പം ആൻറ്റി ഫ്രീ ആയി. അപ്പം ആൻറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യാം. പിന്നെ ആൻറ്റിക്ക് പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ വെബ് സീരീസ് ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കില്ലേ, അതിലൊരു റോള് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആള്. അതിലെന്തായാലും ഒരു റോള് എനിക്ക് തരണം, എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആന്റീനെ കാണാട്ടാ വീണ്ടും. എന്റെ കൈമെന്തുരാന്ന് ചിലപ്പോൾ സംശയം തോന്നി. കൈമ കാലത്ത് നമ്മുടെ ബിനുവിന്റെ അവിടെ പോയി കെട്ടിയതാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ വിരലിന്റെ ഉള്ളിൽ ഭയങ്കര വേദന. അതിങ്ങനെ മൊബൈൽ ഇങ്ങനെ പിടിച്ച് എപ്പോഴും പിടിച്ചിട്ടായിരിക്കും അത് സ്റ്റിഫായി നിന്നുകൊണ്ട് എല്ല്. ചേട്ടൻ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് ഈ ഷൂട്ട് എന്താ പറയാ എഡിറ്റ് ചെയ്യാനൊക്കെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അടുപ്പിച്ചിട്ടൊക്കെ നിതിൻ ചിലപ്പോ കുറച്ച് ദിവസമൊക്കെ വന്നില്ലെങ്കിൽ ചേട്ടനാണ് ഒക്കെ എഡിറ്റ് ചെയ്യണം. അപ്പൊ എഡിറ്റ് ചെയ്യാൻ ഫോണിൽ എഡിറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പിടിച്ചിരിക്കും എപ്പോഴും. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാക്ക അവിടെ നിന്നോട്ടെ. അപ്പൊ ബിനുവിന്റെ അവിടെ പോയിട്ട് മരുന്ന് വെച്ച് കെട്ടി 2 ദിവസം നനയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പോണത്. അതാണ് കൈ മുറി പറ്റിയതല്ല. അടുത്തത് വിൻഡിയുടെ എ ഹാപ്പി വീഡിയോ. ലവ് ടു സീ സരിത, വാവ ആൻഡ് റോഷി ഡാൻസിങ് ടുഗെദർ. മോളമാൻഡ് ഈസ് ബ്യൂട്ടിഫുൾ. You can make a pita bread on a highly heated oven or on a tawa, on high flame or even on a grill. Pockets are formed on high heat only. ഈ പീത്ത ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് ഹൈ ഹീറ്റിൽ വേണമെന്ന് ഉണ്ടാക്കാനായിട്ട്. ഓവനിലോ തവയിലൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഹൈ ഹീറ്റ് ഭയങ്കര ചൂട് വന്നാൽ മാത്രം ഇതൊരു ഒറ്റ പോള ഇതുണ്ടാവുള്ളൂ. അതന്നെ ഒരു അറ ഉണ്ടാവണല്ലോ. ഈ സാധനം ഗുബൂസൊക്കെ ഒന്നെയാണ് പോലെ പറയുന്നില്ല ചിലര്. ഗുബൂസ്. അടുത്ത സാലി തോമസ്. യുവർ സോങ് ഡു യു നോ. ഈ സാലി തോമസിന് നമ്മൾക്കൊന്ന് റോസ്റ്റ് ചെയ്യണം. യുവർ സോങ് ഡു യു നോ ദ മീനിങ് ഓഫ്. ഇറ്റ്സ് നോട്ട് ഫോർ യു മാരീഡ് ലേഡീസ് ടു സിംഗ്. ഷെയിം. അതായത് അപ്പൊ ഷെയിം ഓർ വാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് RSN. ഷെയിം ഫോർ വാട്ട്. അപ്പോൾ പിന്നെ RSN പറഞ്ഞിട്ടുണ്ട് എനിബഡി ക്യാൻ സിംഗ് എനി സോങ് മാരീഡ് ഓർ അൺമാരീഡ് നോട്ട് റിട്ടൺ എനിവർ. എവിടെ എഴുതി വെച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞവർക്ക് ഇന്ന പാട്ട്, കല്യാണം കഴിയാത്തവർക്ക് പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേക തരം പാട്ടുകളുണ്ടോയെന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ ഒരാൾ നിന്നെ പോലെ ഒരു പെണ്ണിന് പാടാൻ പറ്റിയ പാട്ടാണോ നിങ്ങൾക്കറിയോ ആ പാട്ടിന്റെ അർത്ഥം എന്തുട്ടാണെന്ന്? അതാണ് ഈ സാലി തോമസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ശ്രീകല സുനിൽ ചോദിച്ചിട്ടുണ്ട് വിച്ച് സോങ്. ചുരാലിയാണോ മോഹം കൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാലി തോമസ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് മോഹം കൊണ്ടാണെന്ന്. എന്നിട്ട് സാലി തോമസ് പറഞ്ഞേക്കണേ ഐ ഗസ് യു ഡോണ്ട് നോ ദ മീനിങ് ഓഫ് ദാറ്റ് മലയാളം സോങ്. ഐ വുഡ് റെക്കമെൻഡ് യു ടു ഫൈൻഡ് ഔട്ട് ഫ്രം എ ടീച്ചർ ഓർ പ്രൊഫസർ ഓഫ് മാസ്റ്റർ ഡിഗ്രി ഇൻ മലയാളം. ഐ സ്റ്റിൽ ലവ് യു ഓൾ എസ്പെഷ്യലി അജു ഫോർ പുട്ടിങ് അപ്പ് വിത്ത് എ വൈഫ് സരിത. അതായത് നിങ്ങൾ മലയാളത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള ഏതെങ്കിലും പ്രൊഫസറിനോടോ ടീച്ചറിനോടോ പോയിട്ട് അതിന്റെ അർത്ഥം ചോദിച്ചു നോക്കാൻ. അപ്പോഴറിയുള്ളൂ അതിന്റെ അർത്ഥം. പക്ഷെ എനിക്ക് അജുവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നെ പോലൊരു സരിതയെ പോലൊരു ഭാര്യനെ കൊണ്ടു നടക്കണേന് സഹിക്കണേന് അജുവിനെ പ്രത്യേകം ഭയങ്കര ഇഷ്ടമാണെന്ന്. അതല്ല ഈ പാട്ട് അപ്പൊ പാടിയേക്കണത് ആരാ? എസ് ജാനകി അല്ലേ? അപ്പൊ എസ് ജാനകിക്ക് നാണന്മാനില്ല എന്നാണോ അർത്ഥം? ഇത് എഴുതിയ ആൾക്ക് നാണല്ലേ? ഇത് ട്യൂൺ ചെയ്ത ആൾക്കില്ലേ? ഇത് സിനിമയിൽ കൊടുത്ത ആൾക്കില്ലേ? ഇനി സിനിമയിൽ പാടി അഭിനയിച്ചാണ് മേനകയാണ്. മേനകയ്ക്കില്ലേ
ലക്ഷക്കണക്കിന് പേര് ഈ പാട്ട് പാടി മൂടി നടക്കുന്നുണ്ട്. എത്രയോ പേര്. പാട്ടാ, അത് എന്ത് രസമുള്ള പാട്ടാ. പാട്ടാണല്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും ഭയങ്കര മീനിങ് ഇതുള്ള പാട്ട് മറ്റേ പാട്ടുകളുണ്ടല്ലോ. പ്രാണനാഥനെനിക്കു നൽകി, അതിന്റെ ഒക്കെ അർത്ഥം തൊട്ടാ അല്ലേ. പിന്നെ അതുപോലെ എന്തിട്ടാ ഒരു പാട്ടുണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പാട്ട്, ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പാട്ട്. ആ നിമിഷത്തിൻ്റെ നെറുതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. എന്ത് രസമുള്ള പാട്ടാ ദേവി. അർത്ഥം നോക്കാം. പിന്നെ മറ്റേതോ ശരറാന്തൽ തിരി താണു മുകിലിൻ കൂടി. അങ്ങനെ കുറെ പാട്ടുകളില് നല്ല ഇതുകൾ വരുന്നുണ്ട്. അയ്യോ, അതിനേക്കാളൊക്കെ ഭയങ്കര അർത്ഥമുള്ള പാട്ടുകളുണ്ട്. അത് പാടില്ല. അപ്പോ പക്ഷെ അത് പാടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കണം. അപ്പോൾ ഇത്രയ്ക്കും നാരോ മൈൻഡഡ് ആണ് സാലി തോമസ് എന്നാണ്. ഭയങ്കര മോശമായി പോയി ഇങ്ങനത്തെ കമന്റ് ഇടുന്നത്. പിന്നെ ആള് വേറൊരു കമന്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും കോമഡി. ഞാൻ വായിച്ചുതരാം. അജു, എവറിത്തിങ് ഈസ് ഗുഡ്, ബട്ട് ഡു യു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്? ഇഫ് നോട്ട്, യു ലൂസ് എവറിത്തിങ്. അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ എല്ലാം നല്ലതാണ്, പക്ഷെ നിങ്ങൾ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? അതില്ലെങ്കിൽ നിങ്ങളെല്ലാം നഷ്ടപ്പെടാൻ പോവാണ്. സരിത, യു പുട്ട് ഡൗൺ യുവർ ഹസ്ബൻഡ് എ ലോട്ട്. ഐ ഹാവ് ബീൻ നോട്ടീസിങ്, ഡോണ്ട് യു ഡു ഇറ്റ്. ഞാൻ നോട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടെന്നു. സരിതേ, നീ നിന്റെ ഭർത്താവിനെ അടിച്ച് താഴ്ത്തുന്നു, ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അയ്യോ പേടിയാവണം, അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല. ഈ എന്നിട്ട് പറയപ്പോ തന്നെ മറ്റേ ഒരു പണ്ഡിതനായിട്ടുള്ള ഒരാള് വഞ്ചിയിൽ പോയി കൊണ്ടിരുന്നിട്ട് ഇയാളോട് നിങ്ങൾക്ക് മറ്റേതറിയോ, വേദങ്ങൾ അറിയോ, ഉപനിഷത്ത് അറിയോ, മറ്റേതറിയോ. അപ്പൊ തോണിക്കാരനെല്ലാത്തിനും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോ അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കാൽഭാഗം വേസ്റ്റായി. പിന്നെ ഇന്ന സാധനങ്ങൾ അറിയോ, അപ്പൊ അറിയില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതി ഭാഗം വേസ്റ്റായി. അങ്ങനെയല്ല, ലാസ്റ്റ് ഭയങ്കര കാറ്റും മഴയൊക്കെ വന്ന് വഞ്ചി മറിയാറായപ്പോ തോണിക്കാരൻ ചോദിക്കും നിങ്ങൾക്ക് നീന്തലറിയോ? ഇല്ല എന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവനും വേഗം ചാടിക്ക് വഞ്ചി മുങ്ങാൻ പോവാണെന്ന് പറഞ്ഞില്ലേ. അതെ, അതുപോലെ ജീവിതം മുഴുവൻ എന്താ പോലെയാണ് പറയണേ. ബാക്കി എല്ലാം എവരിത്തിങ് ഈസ് ഗുഡ്, പക്ഷേ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എവരിത്തിങ് മാത്രം കിട്ടിയാൽ മതി. പിന്നെ എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്നറിഞ്ഞൂടെ. ഇതൊക്കെ ഇനിയൊന്നും പഠിപ്പിച്ചു തരാനും പറഞ്ഞു തരാനൊന്നും പറ്റില്ല, സമയിലെ ആളുകൾക്ക്. അതാണ് ഇങ്ങനെയൊക്കെ ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എനിക്ക് ചിരി വരാ. ഇതിനൊക്കെ എന്താണ് മറുപടി? അർഹിക്കുന്നില്ല അല്ലേ ഇതിനൊന്നും. നമ്മൾ വായിച്ചു ഇങ്ങനത്തെ ആളുകളും ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ടൊന്ന് വായിച്ചതാട്ടാ. കാറ്റത്ത് ചുണ്ട് വരീനു, ഇവിടെ ചുണ്ട് പൊട്ടി കാറ്റ് കൊണ്ടിട്ടേ. വായിച്ചു പൊന്മാൻ നമ്മുടെ ഗപ്പീനെ പിടിച്ചു കൊണ്ടുപോണു കണ്ടാ, ചാടി വെള്ളത്തിന്ന് പിടിച്ചാ ഓരോരുത്തന്നെ വായിൽ വെച്ചു. എടുത്തോ. ബി ഗോപാൽ, ബാലഗോപാലായിരിക്കും ചിലപ്പോൾ. ബി ഗോപാൽ, ഗ്രേറ്റ് കുക്കിംഗ് വീഡിയോ, റിയലി എൻജോയ്ഡ് വാച്ചിങ് ദ അമേരിക്കൻ ആൻറ്റി കുക്ക് എ ഗ്രീക്ക് ഫിഷ്, ഗ്രീക്ക് ഡിഷ്. ദ ഡോട്ടർ മോം ഡ്യുവോ സീംസ് ലവ്ലി. അവർ ഭയങ്കര രസമാണ്. അവർ അങ്ങോട്ട് ഇങ്ങനെ എപ്പോഴും ഓരോന്ന് പറഞ്ഞ് തോട്ടിട്ടോണ്ടിരിക്കും, കൗണ്ടർ അടിച്ച് തഗ്ഗടിച്ച് നിൽക്കും. രണ്ടുപേരും അമ്മയും മോളും ഫ്രണ്ട്സിൻ്റെ പോലെയാണ്. ഭയങ്കര രസമാണ് അവർ. അടുത്ത ആദർശ് പണിക്കർ, കൊള്ളാം, സൂപ്പർ. അങ്ങനെ ജ്യൂസ് വേൾഡ്. ജ്യൂസ് വേൾഡ് എന്നാൽ നമ്മുടെ കുടുംബം. ആൻറ്റിയുടെ പാചകത്തിലൂടെ വേൾഡിലേക്ക് എന്ത് ഭംഗിയാണ് ചേച്ചിയുടെ പാചകം അല്ലെങ്കിൽ ആൻറ്റിയുടെ പാചകം. ആൻറ്റിയുടെ സംസാരവും പാട്ടും ഒക്കെ മനോഹരം. ചേച്ചിയുടെ ഡ്രസ് കോഡ് വിശിഷ്യ, ചേച്ചിയുടെ ഉടുപ്പ് കളർഫുൾ, അത് നന്നായി ചേച്ചിക്ക് ചേരുന്നുണ്ട്. ചേച്ചിക്ക് രുചിയെ സ്നേഹിക്കുന്നവരുടെ വക അഭിനന്ദനങ്ങൾ, പൂച്ചെണ്ടുകൾ, ഒപ്പം ആദരവ്. ഒപ്പം ചേച്ചിക്ക് ആരോഗ്യ സൗഖ്യവും നേരുന്നു. പിന്നെ ചേച്ചിയുടെ മകളുടെ പാട്ട് സൂപ്പർ. പ്രയാഗകുട്ടിയുമായി ചേർന്ന് നടത്തിയ ഡാൻസ് അതിമനോഹരം. ഒപ്പം സരിതയും നന്നായി ചെയ്തു. വാ, ഞാൻ വെറുതെ അവരെന്ത് ചെയ്യുമ്പോൾ എന്നെ വിളിച്ച് കുറേ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പോയതാ. വീഡിയോ, ചേച്ചിയുടെ മകൾക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ, ദീർഘസുമംഗലി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർ ഒപ്പം ഈ ഉള്ളവനും കുറച്ച് നേരം കൂടി ചേച്ചി ശ്രവിക്കാൻ തിരക്കുകൾ കാരണം കഴിയാതെ പോയി. ഇനിയും വീണ്ടും കാണാം എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് തൽക്കാലത്ത് ഈ പ്രേക്ഷകരും മടങ്ങുന്നു. വീഡിയോ പ്രൗഢം, ഉജ്ജ്വലം, അതിമധുരം. വീഡിയോയിൽ പങ്കെടുത്ത ചേച്ചിക്കും മകൾക്കും അജുവേട്ടനും ജഗ്ഗുവിനും സരിതയ്ക്കും ഒപ്പം മനോഹരമായ പിക്ചർ ക്ലാരിറ്റിയുടെ വീഡിയോഗ്രാഫർ കൂടാതെ പ്രയാഗക്കുട്ടിക്കും വിശിഷ്യ ചേച്ചി സന്തോഷത്തോടെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സമ്മാനത്തിനും അഭിനന്ദനങ്ങൾ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം, അടുത്ത വർണ്ണ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഒപ്പം പാട്ടിനും സസ്നേഹം പണിക്കർ. ആൻറ്റിയുടെ ഡ്രസ്സ് ആ അടുക്കളയുടെ കളറിന് വളരെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കില്ല, നല്ല അനുയോജ്യമാണ് ആ വീഡിയോയിലേ. ആൻറ്റിയുടെ ഡ്രസ്സ് ഇല്ലേ, കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആള്. തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവര് ഫുള്ള് കറക്കത്തിലായിരുന്നു. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നേക്കണം. കുറച്ച് ദിവസം വന്നതേ.
അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് ഓൾട്ടറേഷൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയില്ലാന്ന്. അപ്പോൾ ആളുടെ കയ്യിലുള്ള പറഞ്ഞിട്ടാ വന്നേ, ഇത് മതിയാ സരിത, ഇത് ശരിയാവോ അങ്ങനെയൊക്കെ ചോദിച്ചു. കുഴപ്പമുണ്ട്, എനിക്ക് ഇങ്ങനെ നെക്കുള്ളത് ഇഷ്ടമല്ല ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് വീഡിയോയിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും ഈ കളർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തത് പ്രബീത കോരക്കാര വീട്ടിൽ. പൊട്ടിച്ചിട്ട് മണത്ത് നോക്കിയാൽ അറിയാം എരിവ് കൂടുതൽ ഉണ്ടോ ഇല്ലയോ എന്ന്. അതെന്താ വെച്ചാൽ നമ്മൾ ബജ്ജി ഉണ്ടാക്കി കേട്ടാ. മണക്കുമ്പോൾ മൂക്കിൽ കുത്തും പോലെ ഉള്ളത് എരിവ് കൂടിയതാണ്, അതുപോലെ ഇല്ലെങ്കിൽ എരിവ് കുറഞ്ഞത്. കുരു മുഴുവൻ പൊക്കിയിട്ട് കഴുകിയിട്ട് അല്പനേരം ഇത്തിരി തൈരും ഉപ്പും പുരട്ടി വെച്ചിട്ട് പിന്നെ ബാക്കി മാവിൽ മുക്കിയിട്ട് പൊരിച്ചാൽ എരിയില്ല. മൊറോക്കൻ മുളകിന് നല്ല എരിവാണ്. മംഗ്ലീഷാണ് എഴുതണ, അതിലും കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോഴേ നമുക്ക് വായിക്കാൻ പറ്റില്ല. പാരീസിലാണ് അതാണെന്നാണ് തോന്നുന്നത്. മൊറോക്കൻ മുളകായിരിക്കുന്നത്, അതിന് ഭയങ്കര എരിവാണ്. ഇവിടെയും കിട്ടും. ബാക്കി മുളക് പോലെ തന്നെയാണ് കാണാൻ. അവർ അത് ഗ്രില്ല് ചെയ്തിട്ട് അവരുടെ ഭക്ഷണത്തിൽ വെച്ച് കഴിക്കും. ചിലപ്പോൾ പിസ്സയുടെ കൂടെയൊക്കെ കിട്ടും. വെളിച്ചെണ്ണ ഇവിടെ കിട്ടാതെ വിഷമിക്കുന്നു. അവിടെ വെളിച്ചെണ്ണ വേണ്ടാതായി അനിലൻ ചേട്ടന്. പാരച്യൂട്ട് കിട്ടും തമിഴ് സ്റ്റോറിൽ. ഈ പ്രബീത ആള് നമുക്ക് ഒരു അയിലേരെ കട്ട്ലൈറ്റ്, അടിപൊളി കട്ട്ലൈറ്റ് അവർ കാലങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ചെയ്യും, ഇനി ചെയ്യും. ഇനിയിപ്പോൾ ആള് ഇങ്ങോട്ട് നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഒപ്പം ഒന്ന് ചെയ്യാനാവും പരിചയമുണ്ടാവാം. അതിനുവേണ്ടി ചെയ്യും നമ്മള്. അടുത്തത് ശ്രീജ ഗിരീഷ്. അഭിഷേകിന്റെ സംരംഭത്തിന് ആശംസകൾ. അനിലേട്ടനും അജുവേട്ടനും തമ്മിലുള്ള സ്നേഹം. സരിത പറയുന്നത് അനുസരിക്കാതെ മുളക് തിന്നുന്ന അജുവേട്ടൻ. തോറ്റുപോയ സരിത. അനിലേട്ടന്റെ നിർബന്ധം കാരണം ബജ്ജി കഴിക്കുന്ന ജഗ്ഗു. എല്ലാം കൊണ്ടും വീഡിയോ സൂപ്പർ. ഞാൻ പറയണത് കടിച്ചു നോക്കിക്കോട്ടെ, സമ്മതിച്ചു. എരിവുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് കടിച്ചു നോക്കിക്കോ. പക്ഷെ അത് ഇറക്കണത് എന്തിനാ? തുപ്പിക്കളഞ്ഞൂടെ? എന്തിനാണ് സ്വന്തം വയർ നശിപ്പിക്കണത്? അത് എത്ര പൊട്ടേ ശരീരത്തിൽ എത്തുന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ദീപ ഇല്ല. അടുത്ത് അജീഷ് വി സി. നമസ്കാരം. മുളക് രണ്ടായി കീറി അതിലെ മുളക് വിത്ത് കുറച്ച് അങ്ങോട്ട് മാറ്റിയാൽ എരിവിന്റെ കഥ അവിടെ അവസാനിക്കും. അടുത്ത തവണ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. അന്ന് നമ്മള് ബജ്ജി ഉണ്ടാക്കിയില്ലേ, അന്ന് ഉണ്ടാക്കിയപ്പോൾ സ്റ്റഫ് ചെയ്തിട്ടുണ്ടാക്കി. അപ്പൊ ഉള്ളിലത്തെ കംപ്ലീറ്റ് കളഞ്ഞു. എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പൊട്ടാറ്റോ പുഴുങ്ങിയത് കുറച്ച് മസാലയൊക്കെ ചേർത്ത് നിറച്ചിട്ടാണ് കഴിഞ്ഞിട്ട്. അത് എന്തൊരു എരിവായിരുന്നു. എനിക്ക് തോന്നുന്നതേ ഈ കടയിലൊക്കെ ബജ്ജി നമ്മളിപ്പോ ഈ കുടുംബശ്രീയിലും അവിടെയൊക്കെ ഈ മുളക് ബജ്ജി വാങ്ങിക്കാണല്ലോ, അവർക്ക് അതിൻ്റെ എരിവില്ലാത്ത മുളക് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന പച്ചക്കറി സ്റ്റോറിന്നാവും ഈ സാധനം. നമ്മുടെ ഇതൊക്കെ നമ്മളതിന് വേണ്ടിയിട്ട് പച്ചമുളക് വളർത്തണതില്ലേ, അതിനാണ് യാതൊരു എരിവില്ല. ഇതിപ്പോ എന്റെ തൈ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചു കൊണ്ടു കുഴിച്ചിട്ടു. അതിനുണ്ടാവുന്ന തൈ എരിവുള്ളതാണോ എരിവില്ലാത്ത നമുക്ക് അറിയില്ലല്ലോ. അതൊക്കെ എരിവില്ലാത്ത മുളകൾ കൃഷി ചെയ്യുന്നുണ്ടാവും, അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടാവും. അടുത്തത് വീണ ഹർഷൻ. അഭിഷേകിന് എല്ലാ ആശംസകളും. ഞങ്ങളൊന്നും പറയില്ല അനിലേട്ടാ, നിങ്ങളെ കാണുന്നത് തന്നെ സന്തോഷമാണ്. സത്യത്തിൽ അതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അഭിഷേകിന് നല്ല പോലെ ഓർഡറുകൾ കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ ഓർഡറുകൾ കിട്ടുന്നുണ്ട്. കുറേ പേര് നമുക്കും വിളിക്കുന്നുണ്ട്. നല്ല ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ല വെളിച്ചെണ്ണയാന്ന് പറയുന്നുണ്ട്. അത് തന്നെ വളരെ വളരെ സന്തോഷമാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ. എന്തായാലും അവർ ചെറുപ്പക്കാരനല്ലേ, വളർന്നു വരുന്ന പ്രതിഭ എന്ന് തന്നെ പറയാല്ലേ. അനിലൻ ചേട്ടാ അതിൽ പറയുന്നുണ്ടല്ലോ, ഡ്രസ്സ് ഷർട്ട് ഇടാത്തതിന് കുറ്റം പറയുന്ന ആൾക്കാരുന്നു. അതിനാണ് അങ്ങനെ പറഞ്ഞേക്കണേ. ഞങ്ങൾ ആരും അങ്ങനെ പറയില്ല അനിലേട്ടാന്ന് പറഞ്ഞേക്കണേ, അതുകൊണ്ടാണ്. ഓക്കെ. മായാദേവി. അനിലേട്ടാ ഒരിക്കലും ആരും പറയില്ല കേട്ടോ, അത്ര ഇഷ്ടമാണ്. അതുപോലെ സാജിയാൻ ജിലിപ്പ. എന്നിട്ടത് സാജിയാൻ ജിലിപ്പ പറഞ്ഞിട്ട് കാഞ്ഞിരപ്പള്ളി അച്ചായനാണ്. എല്ലാ വീഡിയോയിലും കമന്റ് ഇടും കാഞ്ഞിരപ്പള്ളി അച്ചായൻ എന്ന് പറഞ്ഞിട്ട്. കൃഷി തുടങ്ങിയല്ലേ, കൃഷി വീഡിയോ ആണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. ജിഷ കെയർ. ഒരു കുറുക്കനല്ല ബാക്കി, ഒരു കോഴിയാണ് ബാക്കി. ദൈവമേ, കുടുംബത്തോടെ തഗ്. അടുത്തത് സജിത സുബി. അജു ചേട്ടാ, സരിത, ജഗ്ഗു, അനിലൻ ചേട്ടാ ഒത്തിരിയായി വീഡിയോ കൃത്യമായി കണ്ടിട്ട്. ഒരു ടൂർ പോയിരിക്കുകയായിരുന്നു. ട്രിഗ എന്ന പേര് സൂപ്പർ. എണ്ണ സംരംഭം വളരട്ടെ. ബജ്ജി അടിപൊളി. അനിലൻ ചേട്ടാ നല്ല ഒരു മനുഷ്യനാണ്. ചുട്ടണ്ടി അടിപൊളി. വെളിച്ചെണ്ണ ട്രിഗ എന്നുള്ള പേര് നല്ല പേരായിട്ടാ കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട് പേര്. ഇതുവരെ കേൾക്കാത്തൊരു പേര്. അടുത്ത് അർജുൻ വി കെ.
നമസ്കാരം അജുചേട്ടാ, സരിതേച്ചി, ജഗ്ഗു. തൃഗ കോൾഡ് പ്രസ്ഡ് വെളിച്ചെണ്ണയെ കുറിച്ച് വിശദമായി അറിയാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദി. അഭിഷേക് ചേട്ടന്റെ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൃഷിസ്ഥലത്തിലെ പുതിയ വിശേഷങ്ങൾ അറിയുവാനും എന്നും കാത്തിരിക്കും. മുളക് ബജ്ജി എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം കിടിലൻ ടേസ്റ്റ് ആണെന്ന്. കൃഷിസ്ഥലത്ത് നിന്നുള്ള പാചകം കാണാൻ എപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്. വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ മറ്റൊരു വീഡിയോ. ഹാവ് എ വെരി ഹാപ്പി ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ. നമ്മുടെ മിളകാകുമ്പോ ടേസ്റ്റ് കൂടും. എന്തെങ്കിലും പ്രശ്നം എനിക്ക് കുഴപ്പമുണ്ടായില്ല. ഇനിയിപ്പോ കുരുവൊക്കെ കളഞ്ഞിട്ട് പറഞ്ഞ പോലെ പുളിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നോക്കാം അല്ലേ? നമുക്കിപ്പോ പരീക്ഷണങ്ങളാണല്ലോ. നമ്മുടെ ജ്യോതി ചേച്ചി ഇല്ലേ, ജ്യോതി ചേച്ചി പറഞ്ഞു ലെമണ്ണും ഉപ്പും ചേർത്തിട്ട് അതുമേ ഇങ്ങനെ പരട്ടി വെക്കാൻ, ലെമൺ ജ്യൂസും ഉപ്പും കൂടി. കുറച്ച് സാളം എങ്ങനെയാന്ന് ഉണ്ടാക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്തിട്ട് അത് ചെയ്യാം. അപ്പൊ എരിവുണ്ടാവില്ല. അടുത്തത് റീത്ത ബെർണാഡ്. അഭിഷേകിന്റെ തേങ്ങ ബിസിനസ് കണ്ടതുകൊണ്ടാണോ ഓരോ വാചകത്തിന്റെ അവസാനം അജു തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുട്ടത് തേങ്ങ, ഇത് മതി തേങ്ങ. റീത്ത ബെർണാഡ് ഇപ്പോഴാ കാണണുള്ളതെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ വീഡിയോ. മുന്നു തൊട്ടേ കാണുകയാണെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു, ചേച്ചി ഇങ്ങനെ പറയില്ലായിരുന്നു. കാരണം ചേട്ടൻ ചാനൽ തുടങ്ങി അന്ന് തൊട്ടുള്ളതാണ് ഈ തേങ്ങ. ഗൗരി കേശവ്, ഒരു നല്ല വീഡിയോ. അഭിഷേകിന്റെ സംരംഭം വിജയകരമായി മുന്നോട്ട് പോകട്ടെ, ആശംസകൾ. അനിലേട്ടനെ ആരാവോ കുറ്റം പറയുന്നത്? നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും അനിലേട്ടൻ മൈൻഡ് ചെയ്യേണ്ടെന്നേ. അജൂസ് വേൾഡ് കാണുന്ന 99% ആളുകളും അനിലേട്ടൻ്റെയും കുടുംബത്തെയും ഇഷ്ടപ്പെടുന്നവരാണ്. അജുചേട്ടൻ, സരിത, ജഗ്ഗു, അനിലേട്ടൻ, ചെറിയേട്ടൻ, എൻ്റെ ഫാമിലി എല്ലാവരെയും എനിക്ക് വളരെ ഇഷ്ടമാണ്. സന്തോഷം. അടുത്തത് പ്രമീള കോമത്ത്. ചേട്ടനും അനിയനും തമ്മിലുള്ള ഊഞ്ഞാലാട്ടം കണ്ടു, സന്തോഷം. പിന്നെ ശരത് സി ബി ബാബു, ഏത് വീഡിയോ വന്നാലും പോയാലും വീട്ടിലെ വീഡിയോ, ഒരു പ്രത്യേകിച്ച് പറമ്പിലുള്ള കുക്കിംഗ് വീഡിയോൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും. 2 മാസം കഴിഞ്ഞ് പെൻഷനായി വരാൻ പോകുന്ന നമ്മുടെ സ്വന്തം അനിലൻ ചേട്ടന് 1000 തൊഴിലാളി ദിനാശംസകൾ. ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ, ശരത്ത്. 2 മാസം കൂടി കഴിഞ്ഞാൽ പെൻഷനാവും. പിന്നെ എപ്പോഴും ഉണ്ടാവും. അടുത്തത് ഇന്ദിര കെയർ. ഞാൻ ഒരു ഉറുമ്പിനകത്തായി ഇരുന്നത് തേങ്ങ എന്ന് അജു പറഞ്ഞു കേട്ട് ചിരിച്ചു ഉപ്പാട് വന്നു. അഭിഷേകിന്റെ സംരംഭം നല്ല വിജയം കാണട്ടെ. അനിലൻ ചേട്ടന് പ്രിയതമയോടുള്ള സ്നേഹം എരിവുള്ളതായിപ്പോയി. എന്തായാലും സൂപ്പർ വീഡിയോ. അതോ ലോകം പ്രേമേട്ടന് ചുളിവിൽ കാര്യം കാണാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല അല്ലേ? അടുത്തത് ആൾക്ക് കുഴപ്പമൊന്നുമില്ല, പാടത്തല്ലേ, വീടിന്റെ അവിടെ നിന്നല്ലോ നായ പറ്റി എടുക്കുന്നതേ. അടുത്ത് വർഗീസ്, അതായത് ശോഭന ചേച്ചി ഏട്ടാ. സരിത ചെയ്യല്ലേ എന്ന് പറയുന്നതേ അജുചേട്ടൻ ചെയ്യൂ, അപ്പൊ നേരെ ഓപ്പോസിറ്റ് പറയുക. അത് ശരിയല്ലേ? ഒരു കഥയുണ്ട്, ഒരു മഹർഷിയുടെ. മഹർഷി രാജാവിന്റെ മകള് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കും. പക്ഷെ ഈ ജ്വാല എന്നാണ് കേട്ടാ, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ജ്വാല എന്നുള്ള പേരായതുകൊണ്ട് അത് മറന്നിട്ടില്ലേ. രാജകുമാരിയുടെ പേര് കല്യാണം കഴിച്ചു വരും, പക്ഷെ കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഈ രാജകുമാരിക്ക് ഈ മഹർഷിനെ ഇഷ്ടേയല്ല. അപ്പൊ എന്താണോ ഈ മഹർഷി പറയണതിന്റെ ഓപ്പോസിറ്റ് ഈ പെണ്ണ് ചെയ്യുള്ളൂ, ഭാര്യ ചെയ്യുള്ളൂ. കാട്ടിലേക്ക് വന്നിട്ട് ഈ പർണശാല ആശ്രമത്തിലേക്ക് താമസമൊക്കെ. അപ്പൊ ഇതിന് ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പൊ പിന്നെ ഇയാൾക്ക് മനസ്സിലാവും ഈ പെണ്ണിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്തിട്ടാണോ നമുക്ക് ആവശ്യമുള്ള അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്തോളാം. അപ്പൊ അതുപോലെ ഈ വീടും പരിസരവും ഒക്കെ വൃത്തികേടാക്കിയിടാൻ പറയും. അപ്പോൾ ഇയാൾ പോയി വരുമ്പോഴത്തേക്കും വൃത്തിയാക്കിയിട്ടുണ്ടാവും. ഭക്ഷണം ഒന്നും നീ ഉണ്ടാക്കിയെന്ന് പറയും, ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കലേ ആരോ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയും, വേറെ ഏതോ മഹർഷി. അവ വരുമ്പോ ഇയാള് ഇതോ പെട്ടെന്ന് ഇത് മറന്നു പോകും. ഓപ്പോസിറ്റ് ആണല്ലോ പറയേണ്ടതെന്ന് ഓർക്കാണ്ട് ആവശ്യമുള്ള കാര്യമാണ് ഭാര്യയോട് പറയാ. അതായത് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി ഇങ്ങനെ ചെയ്തോളം ആളെ വരുന്നുണ്ട്, അപ്പൊ ആളെ നന്നായി സ്വീകരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാ. പക്ഷെ ഈ പെണ്ണ് ഭാര്യ ഇതൊക്കെ ഓപ്പോസിറ്റ് ചെയ്യും. അതോടുകൂടി ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ശപിക്കും. അങ്ങനത്തെ ഒരു കഥയുണ്ട്. അതുപോലെ ചേട്ടനോട് ഓപ്പോസിറ്റ് പറയാം അല്ലേ? ഞാനിവിടെ ഒരു കാര്യം ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ പറയണേ, ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം വേണമെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഷവർമ്മ വേണോ, ഷവർമ്മ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരും, വേണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊണ്ടില്ല എന്ന് പറയും ഞാൻ. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ വേണ്ടെന്ന് ചോദിക്കുക. എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അവര് പറയും ഷവർമ്മ വേണമെന്ന് പറയും. വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാം എന്ന് വെച്ചാൽ വേണ്ടെന്നല്ല എൻ്റെ അർത്ഥം എന്ന് പറയും. അപ്പോൾ ഒരു പറയും എന്നാൽ ഷവർമ്മ വേണ്ട. അപ്പം ഞാൻ പറയും വേണ്ടെന്നല്ല പറഞ്ഞപ്പോൾ വാങ്ങിക്കില്ല. ഇത് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ അന്നോട്ടുള്ള സൂക്കേടാ അങ്ങനത്തെ ചോദിക്കല്. ഓരോ സാധനം വന്ന് വേണോന്ന് ചോദിക്കും. അപ്പം നമ്മൾ വേണമെന്ന് പറയുകയാണെങ്കിൽ പറയും അങ്ങനെയല്ല, ഓപ്ഷൻസ് തരും ഇതുപോലെ. വേണമെന്ന് പറഞ്ഞാൽ വേണ്ടാന്നാണ് അർത്ഥം, വേണ്ടാന്ന് പറഞ്ഞാൽ വേണമെന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു തരും ആദ്യം തന്നെ. എന്നിട്ടാണ് ചോദിക്കുക. അപ്പം നമ്മൾ വേണമെന്ന് പറഞ്ഞാലും നമുക്കത് സാധനം കിട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞാലും കിട്ടില്ല. അതാണ്.
അപ്പൊ ഇനി അടുത്തത് വൈജയന്തി മനോഹരൻ. അഭിഷേക് മോൻ നല്ല ഉയർച്ചയിൽ വളരട്ടെ. അനിലേട്ടനെ പാട്ടുപാടി ഊഞ്ഞാലാട്ട് നാജു. അനിലും ചേട്ടനെ ആരാ ചീത്ത വിളിച്ചത്? നല്ലവർ പറയില്ല. ചേട്ടൻ മാസല്ലേ. മുളക് ബജിയും വണ്ടിപ്പരിപ്പും സൂപ്പർ. അഭിഷേകിന്റെ ആ സംരംഭം വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ടമാനം ആശംസകളാണ് മുഴുവൻ. അപ്പൊ അതൊക്കെ അവര് വായിക്കുന്നുണ്ട്. അപ്പൊ അവനും വളരെ സന്തോഷവും ഉയർച്ചയായിരിക്കുള്ള ഒരു പടവ് കൂടിയിട്ടാണ് നിങ്ങളുടെ ഈ ആശംസിക്കൽ തന്നെ. എന്നല്ല ചേട്ടൻ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അല്ലും ചേട്ടനെ അഭിഷേകിന്റെ അമ്മ ഇന്നലെ എവിടെയോ വഴിയിൽ വെച്ച് കണ്ടു തറ. അപ്പൊ സംസാരിച്ചു എന്ന് പറയാം. എന്നിട്ട് അല്ലും ചേട്ടനോട് പറഞ്ഞു, ആ വെളിച്ചെണ്ണേരെ ഇത് മുഴുവൻ പോയി. ആ സമയത്ത് ഈ അണ്ടി ചുട്ട് തല്ലി കൊണ്ടുകൊടുത്തിട്ട് അജുവിന്റെ ശ്രദ്ധ പിന്നെ അതിലേക്ക് പോയി. കാരണം ആ വെളിച്ചെണ്ണേർ ഇത് പോയി എന്നൊക്കെ പറഞ്ഞു. അവര് തമാശക്ക് പറയണതാണ് കേട്ടാ. കാരണം ഇവര് പണ്ടേ ഭയങ്കര പരിചയമുള്ളവരാണ്. നമ്മുടെ ഫാമിലിക്ക് ആയിട്ട് നല്ല കൂട്ടാണ്, നല്ല പരിചയമുള്ളതാ. അടുത്തത് പ്രിയ ജോഷി. പൊട്ടിച്ചിരിച്ചു പോയി ഞാൻ സജീവന്റെ കോഴിക്കഥ കേട്ടപ്പോ. അല്ലിഞ്ചാട്ട് ഉടുപ്പിടാതെ വരുമ്പോൾ എന്റെ വല്യച്ഛനുണ്ടായിരുന്നു, അതുപോലെ തോന്നിട്ടോ. ആ കോഴിക്കഥ ശരിക്കും പറഞ്ഞ ഭയങ്കര രസമാണല്ലത്. ലാസ്റ്റ് ഒരെണ്ണപ്പൊ ബാക്കിയുള്ളതെന്ന് പറഞ്ഞപ്പോ എന്തിട്ട് കുറുക്കനാന്ന് ചോദിച്ചു ചേട്ടല്ലേ. കുറുക്കനല്ല, കോഴി. അടുത്തത് ആൻസ്. ഹലോ അജു ആൻഡ് സരിത. അഭിഷേകിന്റെ സ്റ്റാർട്ടിംഗ് ഓഫ് ന്യൂ ബിസിനസ് തൃഗ കോക്കനട്ട് ഓയിൽ സക്സസ്ഫുള്ളി വിജയിക്കട്ടെ. ഡെഫിനറ്റ്ലി ബൈ ആൻഡ് യൂസ്. മുളക് ബജി സൂപ്പർ ടേസ്റ്റി. അങ്ങനെ അനിൽ ചേട്ടൻ ജോയിൻഡ് ടു ഹാവ് മുളക് ബജ്ജി ആസ്വദിച്ച് കഴിച്ചോളൂ. ഡിഗിങ് കമ്പോസ്റ്റ് പിറ്റ്സ് ഇസ് നോട്ട് വെരി ഈസി. അജു മനസ്സിൽ വിചാരിച്ചത് കംപ്ലീറ്റ് ചെയ്യും. ഓൾ ദ വെരി ബെസ്റ്റ്. ലവ് യു ഓൾ. ബൈ. സന്തോഷം. അടുത്ത് ആനന്ദലത. മുളകിൻ്റെ സീഡ്സ് കളഞ്ഞിട്ട് ഹോട്ട് സോൾട്ട് വാട്ടറിൽ ഇട്ടാൽ എരിവ് കുറയും. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചോളൂ. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മുക്കി വെക്കേണ്ടതായിരുന്നു. ഉപ്പ് ചിലർ പറയണ പുളി വേണമെന്ന്. പുളിവെള്ളത്തിൽ ഇട്ടേക്കണം. അടുത്തത് സ്നേഹലതായം. കൊടൈക്കനാലിൽ പോയിട്ടുണ്ട്, എന്നാലും കൊടൈക്കനാൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുന്നു. സരിത, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. കംഫർട്ടബിൾ ഡ്രസ്. ടു മച്ച് ലവ്. നിതിൻ. വെയിറ്റിംഗ് ഫോർ യുവർ ബ്യൂട്ടിഫുൾ ആൻഡ് മെമ്മറബിൾ ഷോട്ട്സ്. അതിൽ കുറേ പേരുടെ കമന്റ് എൻ്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഡ്രസ്സ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇടാൻ നല്ല സുഖം, നല്ല എയർ പാസ്, നല്ല ലൂസിലുള്ള ഡ്രസ്സായതുകൊണ്ടേ. പക്ഷെ എനിക്കത് ഇട്ടിട്ട് കണ്ണാടയിൽ നോക്കിയപ്പോഴായാലും വീഡിയോ കണ്ടപ്പോഴായാലും എനിക്ക് സാധാരണ ഞാനിടുന്ന ഡ്രസ്സിൻ്റെ ഒരു ഭംഗി എനിക്ക് തോന്നിയില്ല. സത്യം. ചേട്ടൻ്റെ നിർബന്ധത്തിനാണ് ഡ്രസ്സ് എടുത്തത്. ചേട്ടന് ഞാൻ പറഞ്ഞത് ഇത് ഭംഗിൻ്റെ, അത് നടക്കാനും ഇരിക്കാനും ഓടാനും ഒക്കെ അത് നല്ല സുഖമാണെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ ജീൻസും ടോപ്പൊക്കെ ഇടാറുള്ളത് തന്നെയാണ്. മുമ്പ് നമ്മുടെ വീഡിയോയിൽ അങ്ങനെ ഞാൻ ഇട്ടിട്ട് അധികം വന്നിട്ടില്ല. മുമ്പ് ഞാൻ ഇടാറുണ്ട്. ജീൻസും ടോപ്പ് ഇടുമ്പോഴത്തെ ഗുണം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർണമെന്റ്സ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു ജീൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാച്ചാവണ അധികം വിലയില്ലാത്ത ടോപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ മാറി 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 എവിടേക്ക് പോകുമ്പോഴും ഒരു ജീൻസ് മതി. കുറേ അങ്ങനെയൊക്കെ ആയതുകൊണ്ടൊക്കെ ഇടാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 2-3 കൊല്ലമൊക്കെ ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ ടൂറ് പോകുമ്പോൾ എന്നാൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ജീൻസും ഇതാവാന്ന് ചേട്ടിട്ടാണ് എടുക്കാൻ പോയത്, നമ്മുടെ മേച്ചേരിയിലേക്ക് പോയി എടുക്കാനായിട്ട്. അപ്പോൾ എടുത്തിട്ട് ഞാൻ സാധാരണ സ്കിൻ ഫിറ്റ് അങ്ങനത്തെ ജീൻസ് ഉണ്ടല്ലോ, അത് തന്നെ ഞാൻ എടുത്തതും. അതിട്ടൊക്കെ നോക്കി അതിൻ്റെ ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ ലൂസിലുള്ള ഇങ്ങനത്തെ ടൈപ്പില്ലേ ബാഗ്, ഇപ്പോഴത്തെ മോഡല്, അത് എടുത്തിട്ടെന്ന്. അപ്പോൾ ചേട്ടന് അത് ഭയങ്കര ഇഷ്ടമായി. ഇതൊന്ന് ടോക്ക് ഇട്ടിട്ട് ഭംഗിയുണ്ടെങ്കിൽ എടുത്താൽ മതി എന്നുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതെനിക്ക് ടീനേജ് പിള്ളേർ ഇട്ട് നടക്കണതൊക്കെ കാണാൻ അവർക്ക് ഭംഗിയുണ്ട്, പക്ഷെ എനിക്കത് ശരിയാവില്ല എന്ന് തോന്നിയിട്ടേ എനിക്ക് സ്വയം അതൊരു തൃപ്തിയില്ല. എന്നിട്ട് പിന്നെ ഇട്ട് നോക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, ഇത് എടുത്തൊരു കുഴപ്പമില്ല. എന്നിട്ട് അങ്ങനെ ചേട്ടൻ്റെ ഇഷ്ടത്തിന് ആണ് എടുത്തേട്ടാ. ഒരെണ്ണം കൂടി എടുത്തിട്ട് ആ പാട്ട് പാടുന്ന കൊടൈക്കനാലിരുന്ന് പാട്ട് പാടുന്ന ഒരു ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ ഇനി വരും, കാണാം. ഇട്ട് നടക്കാൻ നല്ല സുഖമാണ്. യാത്ര ചെയ്യുമ്പോഴായാലും ഒക്കെ നമുക്ക് നല്ല കംഫർട്ടബിളാണ്. അതന്നെയാണല്ലോ വേണ്ടത്. അടുത്ത് റെജി കുര്യാക്കോസ്. വളരെ മനോഹരം, ഉപകാരപ്രദമായ വീഡിയോ. അജുബ്രോ, സരിത, ജഗ്ഗു സൂപ്പർ. എവിടെ നിന്ന് നോക്കിയാലും മോഹൻലാലിൻ്റെ വീട് കാണാം. റെജിയേട്ടൻ. ജിഷ സന്തോഷ്. അജുവേട്ടൻ ചെറുപ്പം ലുക്ക്, സരിത മോഡേൺ ലുക്ക്, ജഗ്ഗുമോൻ ഹാപ്പി ഗ്രേഡ് 10. അങ്ങനെ വിജയകരമായ ഒരു കൊടൈക്കനാൽ യാത്ര. സുന്ദരമായ വീഡിയോ. സന്തോഷം. മോഹൻലാലിൻ്റെ വീടിനൊരു പ്രൊമോഷൻ. അജൂസ് വേൾഡ് വക. അടുത്തത് അല്ല, അതിലത്തെ മെയിൻ ആയിട്ട് മോഹൻലാലിന്റെ വീടിന്റെ കാര്യമാണ് പറയണത്. ഞങ്ങൾ തന്നെ ചിരിച്ച് വയ്യാണ്ടായി. എവിടെ ചെന്നാലും ചേട്ടൻ അപ്പം പറയും ദേ മോഹൻലാലിന്റെ. അടുത്ത ഷെഫീഖ് ഹുസൈൻ. നമസ്കാരം സരിതേച്ചി, ഇങ്ങനത്തെ ഡ്രസ്സാണ് കുറച്ചുകൂടി നല്ലത്. ജഗ്ഗുവിന്റെ കാർഗോസ് ആണ് എന്നൊരു ഡൗട്ടുണ്ട്.
ബട്ട് കൊള്ളാം. കൊടൈക്കനാൽ പോകാറുണ്ട്. ഈ സ്റ്റേ നന്നായിട്ടുണ്ട്. ഞാൻ പിന്നെ അത് എടുക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ വിചാരിച്ചെങ്കിൽ അഥവാ ഞാൻ എടുത്തിട്ട് പിന്നീട് ഇട്ടില്ലെങ്കിലും ജഗ്ഗുവിനിടാലോ, അങ്ങനെ വിചാരിച്ചു. പ്രിയ ഏത് നേരത്താണാവോ എനിക്ക് മോഹൻലാലിൻ്റെ വീട് കാണിക്കാൻ തോന്നിയത്. വായിൽ നിന്ന് അറിയാതെ വന്നും പോയി. അജുവേട്ടനാണെങ്കിൽ നാമം ജപിക്കുന്നത് പോലെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ദാ ഇവിടെ നിന്ന് മോഹൻലാലിൻ്റെ വീട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അങ്ങേ മലയുടെ അറ്റത്ത് ഒരു പൊട്ട് പോലെ മോഹൻലാലിൻ്റെ വീട് കാണിച്ചു തന്നതിൽ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ഇത്രയും ക്ലിയർ ആയിട്ട് ഇതുവരെ ആരും കാണിച്ചിട്ടുണ്ടാവില്ല. മോഹൻലാലിൻ്റെ വീട്ടിലെ മുറ്റവും ഹാളും ബെഡ്റൂമും കണ്ടതിൽ വളരെ സന്തോഷം. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഷെടാ ഇവൻ കണ്ടോന്ന്. തേങ്ങയാണ് കണ്ടത്, വെറുതെ കൊന്നും നോക്കി കണ്ണ് കഴിച്ചത് മാത്രം മിച്ചം. അടുത്തത് സന്ധ്യ ബിജു. മീനാക്ഷിപുരം പൊള്ളാച്ചി റോഡിൽ നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് സരിതയുടെ ഡ്രസ്സിനെ കുറിച്ച് എന്തോ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. ശരിയല്ലേ ചേട്ടാ, വീഡിയോ കണ്ടു നോക്ക്. എന്തായാലും ഡ്രസ്സ് സൂപ്പർ. മൂന്നാർ പോയപ്പോൾ പാട്ട് പാടുന്ന ഷോർട്സ് വീഡിയോ ഇട്ടില്ലേ, ആ ഡ്രസ്സ് ഇനി ഇടുമ്പോൾ ഫുള്ളായിട്ട് കാണിക്കണേ. അസൂയ തോന്നുക, ഈ പ്രായത്തിൽ ഏതൊക്കെ മോഡൽ ഡ്രസ്സ് ഇടുന്നു, എല്ലാം നല്ലതുപോലെ ചേരുന്നുമുണ്ട്. ഫ്രോക്ക് ഇടുന്നതിനേക്കാൾ കൊള്ളാം. ഇനി ജീൻസ് ട്രൈ ചെയ്യൂ. ചേട്ടനും ടീഷർട്ട് മാറ്റി ഷർട്ട് ഇട്ട് നോക്ക്. അവിടുത്തെ ഡോഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മെലസ്റ്റോമ കാണാൻ എന്താ ഭംഗി. ഇതൊക്കെ കണ്ടിട്ട് വന്ന് നമ്മുടെ വീട്ടിലെ ചെടികൾ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. എങ്ങോട്ട് തിരിഞ്ഞാലും മോഹൻലാലിൻ്റെ വീട് എന്ന് പറയുന്ന ചേട്ടാ നിങ്ങൾ വായ തുറന്നാൽ ചിരിക്കാനേ നേരമുള്ളൂ. ഡ്രസ്സിനെ പറ്റി പറയാൻ തന്നെ വന്നത്, പിന്നെ അത് മുറിഞ്ഞു എന്തോ അവിടെ വെച്ചിട്ടേ, മറ്റേ നമ്മൾ ആ റോഡിൽ വെച്ചിട്ടേ മീനാക്ഷി ആ റോഡ് ചേട്ടൻ പറയാൻ വന്നു. അടുത്ത് റിതം ഓഫ് നേച്ചർ ബൈ മിത്. സംഭവ ബഹുലമായ കൊടൂര എപ്പിസോഡുകൾക്കായി കട്ട വെയിറ്റിംഗ്. അങ്ങനെയൊന്നുമില്ല കേട്ടാ, വെറുതെ പറഞ്ഞതാ. അത് പറഞ്ഞിട്ട് പോയിട്ട് മറ്റേ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലേക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. പാർക്കിന്റെ അവിടെ എത്തിയോ പാർക്കും അടച്ചു, ഒന്നും പറ്റിയില്ല. പിന്നെ മഴയായിരുന്നു. അടുത്ത് സ്നേഹലത നായർ. സൂപ്പർ ഹോം സ്റ്റേ. ജഗ്ഗു സൂപ്പർ സ്മാർട്ട് ലുക്സ്. പ്രിയ ചേച്ചി ആൻഡ് ചേട്ടൻ ആർ ആക്റ്റീവ്. അജു വലിയ വണ്ടി വാങ്ങണമെങ്കിൽ ബസ് മേടിച്ചാൽ മതി. ഫുൾ താമരശ്ശേരി കുടുംബം ടൂർ ചെയ്യാമല്ലോ. താമരശ്ശേരി ട്രാവൽസ് തുടങ്ങാം. ട്രാവൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. അജു സരിത ജഗ്ഗു തുടരും സിനിമ കാണുക, സൂപ്പറാണ്. തുടരും സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങള്. എന്നാ ബുക്ക് ചെയ്തത്? ചൊവ്വാഴ്ച വൈകുന്നേരം 9:30. അടുത്തത് മാത്യു പറമ്പിൽ. മാത്യു പെരുമ്പിൽ. സരിതയക്ഷി ആർമാദിക്കുകയാണല്ലോ. സരിത യക്ഷിയെ ഏതിലാർമാദിക്കാൻ? ഈ വീഡിയോ അല്ല, ഞാൻ കൊടൈക്കനാലിന്റെ ഫസ്റ്റ് എപ്പിസോഡ് എന്നിട്ടറിയാ ആ വില്ലൊക്കെ കാണിക്കണില്ലേ, അതില് എനിക്കിഷ്ടപ്പെട്ടു എന്നെ യക്ഷി എന്ന് വിളിച്ചത്. അടുത്തത് ഫാത്തിമ. മോഹൻലാലിന്റെ വീട്ടിലെ CCTV. ഈശ്വര, അതേ കുറെ എണ്ണം ചാഞ്ഞും ചെരിഞ്ഞും നോക്കുന്നു. വല്ല ടെററിസ്റ്റുകളുമാണോ നോക്കണതില്ല. അടുത്ത എല്ലാ കുമാരി. വണ്ടി വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ടയറും വണ്ടിയും കണ്ടുകൂടെ? കൊനഷ്ട സരിത. ഓ അയ്യോ മൈക്കുമ്പോണ്ട്. അല്ല വണ്ടി വാങ്ങിക്കാൻ, അതായത് വണ്ടി വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താന്ന്, ടയറും വണ്ടിയും കണ്ടുകൂടെ എന്നാണ് ചോദിക്കണേ. ടയർ കാണിച്ചു തന്നിട്ട് നോക്കിയ സാർ ഇതിന്റെ ടയർ എന്തൊരു ഭംഗിയാ, അല്ലെങ്കിൽ എന്തുട്ടാ അതിന്റെ വലിപ്പം, അതല്ല പറയണേ. ഈ ടയർ വാങ്ങിക്കണേ 15,000 രൂപയാവും, 15,000 രൂപ കൊടുക്കണം. അപ്പം ഞാൻ ചോദിക്കണം നമുക്ക് വണ്ടിയിലല്ലോ, പിന്നെ എന്തിനാ നമുക്ക് ടയർ വാങ്ങിക്കേണ്ട ആവശ്യം, പിന്നെ എന്തിനാ നമ്മൾ അതിന്റെ വിലേനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാന്ന്. ഞാനൊരു തമാശ പറഞ്ഞതാട്ടാ, അല്ലാണ്ട് വേറെ ഒന്നല്ല. അതുപോലെ സജീവൻ. സരിതയുടെ അസ്ഥാനത്തെ ചിരി മഹാമോശം. പിന്നെ പ്രസിദ്ധ ഹരി. സരിതയുടെ കുട്ടിയുടുപ്പ് മാറ്റി ഈ ഡ്രസ്സാക്കിയപ്പോൾ നല്ല സ്റ്റൈലായിട്ടുണ്ട്, നന്നായി ചേരുന്നുണ്ട്. കുട്ടിയുടുപ്പ് ഒട്ടും ചേരുന്നില്ലായിരുന്നു, ബട്ട് സരിതയുടെ ഇഷ്ടം പോലെ ഇടാട്ടോ. എങ്കിലും പാൻറ്റും ബനിയനും ഇട്ടപ്പോൾ കിട്ടില്ല. ഒരുപാട് സ്നേഹം, സന്തോഷം. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് കണ്ണാടയിൽ നോക്കുമ്പോൾ എനിക്ക് കാണുന്നൊരു ഇതുണ്ടല്ലോ, അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിക്കണേ. പിന്നെ ഇപ്പം ഞാൻ ഇത്തിരി തടി വെച്ചിട്ടുണ്ട്, ആ തടി കുറയ്ക്കണം. 2 കിലോ ഞാൻ കൂടിയിട്ടുണ്ട്, അതിനെ കുറയ്ക്കണം. അല്ലെങ്കിൽ ബോറായിരിക്കും. അടുത്തത് അംബിക മേനോൻ. വെരി നൈസ് എപ്പിസോഡ് ആൻഡ് പ്രോപ്പർട്ടി. യു ഡിഡ് ദ റൈറ്റ് തിങ് ബൈ ഷോയിങ് ദ റൂംസ് ആൻഡ് ബാത്റൂംസ്. വൺ തിങ് യു കുഡ് ഹാവ് മെൻഷൻഡ് വാസ് ദ ഡിസ്റ്റൻസ് ഫ്രം മെയിൻ സെൻറ്റർ കൊടൈക്കനാൽ ഫ്രം ദിസ് ലൊക്കേഷൻ. 2.5 കിലോമീറ്റർ കൊടൈക്കനാൽ സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് എത്രയുണ്ട് ഈ ഹോം സ്റ്റേയിലേക്ക് എന്നുള്ള കൂടി പറയേണ്ടതായിരുന്നു. അതിന് പ്രിയ ചേച്ചി അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട്.
VVS ക്രിയേറ്റീവ് വർക്ക്സ്. അജു പറഞ്ഞു ഞങ്ങൾ കണ്ടില്ലെങ്കിലും മോഹൻലാലിന്റെ വീട് കണ്ടു. ശരിയാ, ലാസ്റ്റ് നമുക്കൊരു സാധനം കാണുന്നില്ലെങ്കിലും നമ്മള് കണ്ടു എന്ന് പറയും ലാസ്റ്റ്. പറഞ്ഞു ശരിയാ. മുഹമ്മദ് ബഷീർ, എന്റെ പൊന്നു സരിത മോളെ, പാവം അജുവിന് ഒരു സ്വൈര്യം കൊടുക്ക്. എപ്പോഴാ ഞാൻ സ്വൈര്യം തരാണ്ടിരുന്നേ? മോഹൻലാലിന്റെ വീട് ചിരിച്ചതാണോ പ്രശ്നം? എന്തേലും ആവട്ടെ. അടുത്തത് ഷിജി പുന്നോക്കിൽ. ഹായ് അജേട്ടാ, സരിതേച്ചി, ഗുഡ് മോർണിംഗ്. ജഗ്ഗു വെക്കേഷൻ അടിപൊളി ആയല്ലേ? 10th അല്ലേ, ഇനി നല്ലോണം പഠിക്കണം കേട്ടോ. സരിത ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്, ചേച്ചിക്ക് നന്നായി ചേരും കേട്ടോ മോഡേൺ ഡ്രസ്സ്. അജു ചേട്ടാ എല്ലായിടത്തും നോക്കുമ്പോഴും മോഹൻലാലിന്റെ വീടെന്നേ. അത് പറയുമ്പോഴേക്കും സരിതേച്ചി ചിരിച്ചിട്ട് കൂടെ ഞാനും ഇവിടെ ഇരുന്ന് ചിരിക്കായിരുന്നു. എൻജോയ് യുവർ ട്രിപ്പ്. അടുത്ത് അനിത പി. ദിസ് ഡ്രസ് ലുക്ക് സോ മച്ച് മോർ ക്ലാസി ദാൻ യുവർ ഷോർട്ട് ഡ്രസ്സസ്. അടിപൊളി ലുക്ക്, അമേസിംഗ് വ്ളോഗ്. കുറേ പേര് ഡ്രസ്സ് നന്നായി എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടുണ്ട് കേട്ടോ. അടുത്തത് സജിത മൂർഖൻ. ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു ഹസ്കി ഡോഗ്, അതിൻ്റെ കൂടെ സാധാരണ ഡോഗും. 2 മാസമായിട്ട് അതിന് കൊടുത്തു ഫ്രീ ആയിട്ട്, കൂടെ അതിൻ്റെ കൂടും. കോഴിക്കോട് താമരശ്ശേരി അവിടെയായിരുന്നു. മലപ്പുറത്തേക്ക് കൊണ്ടുപോയി. എൻ്റെ മോളുടെ വീട്ടിലായിരുന്നു. മോൾക്ക് ചെറിയ കുട്ടിയാണ്, അവരെ നോക്കാൻ കഴിയാഞ്ഞിട്ടാണ്. ചെറിയ കുട്ടിയുള്ളത് കൊണ്ടേ അതിന് നോക്കാൻ പറ്റാണ്ട് ഡോഗും കൂടൊക്കെ ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുത്തു. അജുവിന് കൊടുത്താലോ എന്ന് പലവട്ടം ആലോചിച്ചു. എങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന കൺഫ്യൂഷനായി. ഒരു പരിചയമില്ലല്ലോ. ഡോഗ്സിൻ്റെ കഷ്ടപ്പാടും മോളുടെ കഷ്ടപ്പാടും എല്ലാം കൂടെ ആയപ്പോൾ എത്രയും പെട്ടെന്ന് അവയെ കൊടുത്താൽ മതി എന്ന് വിചാരിച്ചു. അവരെങ്ങനെ നോക്കും എന്നൊന്നും നോക്കിയില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനാണ് കൊടുത്തത്. ഈ ഹസ്കി അതിനെപ്പോഴാ ഇംഗ്ലീഷ് സിനിമകളിൽ, ഇംഗ്ലീഷ് ചാനലുകളില്ലേ, ഇംഗ്ലീഷ് ചാനലുകളിൽ അവരുടെ വ്ളോഗ്സൊക്കെ കാണുമ്പോൾ അവരുടെ വീട്ടിൽ അവരകത്തൊക്കെ വളർത്തണത്. അപ്പോൾ അത് അങ്ങനെ കണ്ടിട്ട് ഒരു വുൾഫിന്റെ ഒക്കെ പോലെയല്ലേ പിന്നെ നമ്മള് ഡോഗ് ഷോയില് അങ്ങനെയൊക്കെ കണ്ടപ്പോൾ തൊട്ട് ഈ ഒരു ഡോഗിനെ ഈ ബാക്കി എല്ലാ പട്ടികളോടും നമുക്ക് കാണുമ്പോൾ നല്ല ക്യൂട്ട് നല്ല ഭംഗിയൊക്കെ തോന്നിയാലും ഈ ഹസ്കീനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി, എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നി തുടങ്ങും. മുന്നേ ഞങ്ങൾ പറയാറുണ്ട്, ഇതിനെ കുറിച്ചിട്ട് എപ്പോഴും പറയാറുണ്ട്. ബാക്കിയുള്ള നായ്ക്കളെ അപേക്ഷിച്ചിട്ട് ബാക്കിയുള്ള നായ്ക്കൾ നമ്മൾ സാധാരണ റോട്ടിലൊക്കെ കാണുന്നത് തന്നെയാണ്. ഇതിനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട് നമുക്ക്. ഇതിനെ വളർത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവിടുത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ, ഇവിടെ ചൂട് കാലല്ലേ. അല്ല, കുഞ്ഞിതിലെ തൊട്ട് കൊണ്ടുവരാണെങ്കിൽ അത് അതുമായി പൊരുത്തപ്പെടുന്നു പറഞ്ഞില്ലേ പ്രിയേച്ചി. അതേസമയം നമ്മളിപ്പോ ഇതിനെ കൊണ്ടുവന്നു, ഇതിന് കാലാവസ്ഥ ഇത് നമ്മുടെ അവിടുത്തെ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെ റൂമിൽ AC-ലൊക്കെ ഇട്ട് വളർത്താണെങ്കിൽ ഇതിന് പിന്നെ AC തന്നെ വേണം. അതേസമയം നമ്മള് കുഞ്ഞിതിലെ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് പരിപാലിച്ചെങ്കിൽ അത് നമ്മുടെ കാലാവസ്ഥയെ പൊരുത്തപ്പെടുത്തറേ. ശാന്ത സുരേഷ്. അജുവേട്ടാ, സരിതേച്ചി, ജഗ്ഗു സൂപ്പർ വീഡിയോ. പക്ഷെ എങ്ങോട്ട് തിരിഞ്ഞാലും മോഹൻലാലിന്റെ വീടാണല്ലോ. നമുക്കാണെങ്കിൽ ഒരു തേങ്ങയിട്ട് കാണാനും ഇല്ല. അടുത്തത് ലോഹി ഏക്കേഴ്സ്. അജു ഡോഗിയെ പെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ മൺകലം പൊട്ടിയൊന്ന് കൊട്ടി നോക്കുന്നത് പോലെ ഉണ്ടെന്ന്. ചേട്ടൻ്റെ എപ്പോഴും പട്ടികളുടെ അടുത്ത് ഇങ്ങനെ ഞാൻ തലയും വിട്ടിട്ട് പിന്നെ എന്നിട്ടാ പറയാ, എന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുമല്ലോ. എന്നിട്ട് പറയും ആ സമയത്ത് പറ്റില്ല. ജഗ്ഗുനി അങ്ങനെ കളിപ്പിക്കാറ് കുഞ്ഞു തരുന്നപ്പോ എന്നൊക്കെ ചേട്ടൻ്റെ ഒരു കളിപ്പിക്കലുണ്ട്. അടുത്തത് സുഹറ KV. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയി, സൂപ്പർ. ഇതുപോലെയുള്ളൊരു വില്ലയിലാണ് ഞങ്ങളും താമസിച്ചത്. പക്ഷെ ഒരു നിലയാണ്. ഷൂട്ടിംഗ് സ്ഥലം പോയി ഫോട്ടോ എടുത്തു. നല്ല മഴയായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച മഴയായിരുന്നു അല്ലേ? ഇപ്പൊ പോയപ്പോഴും മഴ തന്നെയായിരുന്നു. അടുത്തത് സജിത സുബി. അജുചേട്ട, സരിത, ജഗ്ഗു യാത്രകൾ ഒത്തിരി ഹരം പകരുന്നതാണ്, കാണാനും ആസ്വദിക്കാനും. കൊടൈക്കനാൽ 2 തവണ പോയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി കാണാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ്, അതും നിങ്ങളുടെ കൂടെ. എല്ലാ വ്യൂവിലും ലാലേട്ടൻ്റെ വീട് കാണാം. വീട് സൂപ്പർ, ചേച്ചിയും ചേട്ടനും സൂപ്പർ, ഹസ്കി കൂട്ടൻ അടിപൊളി. അല്ല, അവര് 2 പ്രാവശ്യം പോയി കണ്ടിട്ടും വീണ്ടും നമ്മുടെ കൂടെ, അതായത് അടുത്ത എപ്പിസോഡിന് നമ്മുടെ കൂടെ കാണാൻ വരുന്നു എന്നുള്ള ത്രില്ലിലാണെന്നവര്. അടുത്തത് മധുലാലൻ. അവിടെ എല്ലാത്തിലും കമന്റ് ഇടുന്നുണ്ടെന്ന് പറയും ചേട്ടന്റെ ചിരിനെ കുറിച്ചാ. അജുവേട്ട സൂപ്പർ, ആ പുള്ളിയുടെ ചിരി ഒരു പോസിറ്റീവ് എനർജിയാണെന്ന്. വളരെ വളരെ സന്തോഷം. അടുത്ത സുഗന്ധി PS. ഇങ്ങനെയുള്ള വീഡിയോ കാണാനാണ് കൂടുതൽ ഇഷ്ടം. പച്ചക്കറി കാണുമ്പോൾ കൊതിയാകുന്നു. ജഗ്ഗുമോനെ കൊണ്ടുവന്നില്ലേ? അജു ചേട്ടനും സരിതയ്ക്ക് ഒരുപാട് നന്ദി. ഇനിയും ഇത്തരം വീഡിയോസ് പ്രതീക്ഷിക്കുന്നു. അത് നമ്മുടെ കരിമുക്കയുടെ വീഡിയോ ഇല്ലേ, അത് കൃഷി സ്ഥലം കാണിച്ചിട്ട് അത് വിൽപ്പനയ്ക്ക് ആരെങ്കിലും വന്ന് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് വിഷമം തോന്നി. എന്തോരം പച്ചക്കറികളാണ് മൂത്ത് വരുന്നത് അറിയോ? പശുക്കളുടെ ഒരു ട്രാജഡി ഉണ്ടായ സമയത്ത് കുറച്ച് ദിവസം ഇങ്ങോട്ട് കടക്കാൻ പറ്റാണ്ടായോടുകൂടി അത് ഇവിടെയും നഷ്ടം അവിടെയും നഷ്ടം, ഭയങ്കര കഷ്ടമായി. എന്തോരം പണിയെടുക്കണം പറ്റുള്ളൂ, പാവം തോന്നും നമുക്ക് കാണുമ്പോൾ.
ബിന്ദു സോമൻ, സരിത ചേട്ടാ എന്താ ഭംഗി തണ്ണിമത്തം വെള്ളരിക്ക കുക്കുംബർ കാണാൻ. സരിതയ്ക്ക് കണിവെള്ളരി കുരുവും തൊലിയും കളഞ്ഞ് ജ്യൂസ് അടിക്കാം, പഞ്ചസാര ഇടണം, നല്ല രസമാണ്. ഞങ്ങള് ഈ പിറ്റേ ദിവസം പുലർച്ചെ ഞങ്ങള് കോയമ്പത്തൂരല്ല കൊടൈക്കനാലായിരുന്നു. അപ്പൊ തലേദിവസമാണ് പോയത് അങ്ങടെ. അപ്പോ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് നിക്കണമെന്ന് കണ്ടപ്പോ ഞങ്ങൾ വേഗം പോയിട്ട് വീഡിയോ എടുത്തിട്ട് അവർക്ക് അതൊരു ഗുണാവട്ടെ വെച്ചിട്ടാണ് അതിന്റെ വീഡിയോ വേഗം പോയിട്ട്. അതാ ഞങ്ങള് വാങ്ങിക്കാനൊന്നും നമ്മൾ കൊണ്ടുവന്നാലും അത് ഞങ്ങള് ഒരു കൊണ്ടുപോയി അതെ അവിടെ തന്നത് അതും കൊണ്ട് പോയി ഞങ്ങള് ഡിക്കിയിൽ വെച്ചിട്ട്. നമ്മൾ ഇതൊക്കെ കാത്തു കെട്ടി നിൽക്കാൻ പറ്റുന്ന വീഡിയോകളല്ലല്ലോ, പെട്ടെന്ന് തന്നെ ഇടണമല്ലോ. അടുത്തത് കമലാക്ഷി തൊണ്ടിയിൽ, എല്ലാ സാധനങ്ങളും ഒരു വണ്ടിയിൽ കയറ്റി വീടുകളിൽ കൂടി വന്നാൽ ഒറ്റ ആഴ്ച കൊണ്ട് വിറ്റ് തീർക്കാൻ പറ്റും. ഓരോ ആഴ്ച ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കൂ. കുറേ പേര് ഇങ്ങനെ പച്ചക്കറികൾ വിറ്റ് മറ്റേ വണ്ടികളിലായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ളവരല്ലേ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ അവർക്ക് നാട്ടുചന്തകളുണ്ട്, ഓരോ സ്ഥലങ്ങൾ ഓരോ ദിവസം നാട്ടുചന്തയിൽ അവിടെ കൊണ്ടുപോയി പരമാവധി വിൽക്കുന്നുണ്ട്. പിന്നെ അവർക്ക് കടയുണ്ട്, പച്ചക്കറി കടയുണ്ട്, അവിടെ വിൽക്കും. എന്നാലും അതിനും കൂടുതൽ അവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ വേറെ ആളുകൾ ഇതുപോലെ മൊത്തമായിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ വളരെ നന്നായില്ലോ. ഒറ്റയടിക്ക് തന്നെ 3-4 ടൺ വീതം കൊണ്ടുപോകാലോ. കുക്കുംബർ 3-4 ടൺ, തണ്ണിമത്തൻ അങ്ങനെ ഒറ്റയടിക്ക് കൊണ്ടുപോകാലോ. കണിവെള്ളരി നിറച്ചാണ്. അടുത്ത് രാസിലുലു, പാവങ്ങൾ എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി സഹായിക്കുക. കൃഷിക്കാരെ നമ്മൾ സഹായിക്കണം, എന്നാലേ വിഷം കലർന്ന തമിഴ് പച്ചക്കറികൾ നമുക്ക് ഉപേക്ഷിച്ച് കളയാം. തമിഴന്മാർ കൊടിയ വിഷം പച്ചക്കറിയിൽ ചീറ്റുന്നു. അവർ തന്നെ പറയുന്നു കേരളത്തിലേക്ക് കയറ്റി അയക്കുന്നത് വില കുറച്ച് കൊടുക്കും, പക്ഷേ മുഴുവനും വിഷമാണെന്ന്. കൊറേ പേര് വിളിച്ചിട്ടുണ്ട്, കൊറേ പേര് വിളിച്ചിട്ടുണ്ട് ആൾക്ക് എന്ന് പറഞ്ഞു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൊറേ പേര് വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചു വന്നിട്ടുണ്ടാവും. ഇനി ആളുടെ നമ്മൾ ചേർപ്പിലേക്ക് പോകുന്നുണ്ട്. ആളുടെ അവിടെ കപ്പ പിന്നെ കുറെ മാങ്ങകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട്. അടുത്തത് ബേബി സൂര്യ, ബേബി സൂര്യ പാലക്കാട്. അജു ഏട്ടാ, വീട്ടിൽ കുളം ഉണ്ടായിട്ട് സരിതയ്ക്ക് നീന്തൽ അറിയില്ല എന്ന് പറയുന്നത് നാണക്കേടാണ്. സരിതയെ നീന്തൽ പഠിപ്പിക്കൂട്ടോ. പഠിപ്പിക്കുന്നുണ്ട്. അടുത്തത് തുളസി കെ, കർഷകരെ പ്രോത്സാഹിപ്പിക്കണം എന്നെല്ലാവരും പറയുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യാറുണ്ട്. പക്ഷെ വിപണി യഥാസമയം കിട്ടുക എന്നത് അതുപോലെ പ്രധാനമാണ്. നിങ്ങളുടെ ഈ വീഡിയോ ഉപകാരപ്രദമാവട്ടെ, അവർക്കെല്ലാം വിൽപ്പന നടത്താൻ കഴിയട്ടെ. ആള് വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് കാലത്ത് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കരീമിക്ക. അടുത്തത് തോമസ് മംഗലം, കരിമിക്കയുമായിട്ടുള്ള ഈ സെഷൻ ഇഷ്ടപ്പെട്ടു. തണ്ണിമത്തൻ വിളവെടുപ്പും ഭംഗിയായി. കരിമിക്കയുടെ പയർ കൃഷി കണ്ടപ്പോൾ അജുവിന്റെ വീട്ടിലെ പയർ കൃഷി ഓർത്തുപോയി. 3-4 ചെടികളുണ്ടാകുന്ന പകുതി പയറും തത്ത അണ്ണ മുതലായവ തിന്നുപോകുന്നു. ഇവിടെ ഇത്രയധികം പയറുണ്ടായിട്ട് അണ്ണാനും തത്തയോ ഒന്നും വരുന്നില്ല. പൊട്ടിക്കാണ്ട്. പക്ഷെ നമ്മൾ ചെന്നപ്പോ അവര് തലേദിവസം എത്ര ചാക്കങ്ങൾ പൊട്ടിച്ചു എന്ന് പറഞ്ഞു പയറ്. എന്നിട്ടും ഇനിയുണ്ട് പൊട്ടിക്കാൻ. അടുത്ത ജിഷ സന്തോഷ്, സരിത സ്വന്തം കുളത്തിൽ നീന്തൽ പഠിക്കൂ. 1. 2 2 വീലർ എടുത്ത് അടുത്തൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യൂ. 3 ലേണിംഗ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യൂ. 4 അനുഗ്രഹീതമായി പാടാനുള്ള കഴിവ് പരിപോഷിപ്പിക്കൂ. 4 നിർദ്ദേശങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. മനോഹരമായ വീഡിയോ കണ്ണിന് കുളിർമ നൽകി. 4 നിർദ്ദേശങ്ങളെ പറ്റി നീ പറയേ, ഞാനല്ലല്ലോ പറയേണ്ട അഭിപ്രായം. നീന്തൽ പഠിക്കാം, 2 വീലർ എടുത്ത് അടുത്തൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം, ലേണിംഗ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യാൻ. അത് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, നമുക്ക് ഇതിലേക്ക് വീഡിയോകൾ ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ അനുഗ്രഹീതമായി പാടാനുള്ള കഴിവ്, പാട്ട് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു, ഓൺലൈനായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 4 നിർദ്ദേശത്തിലുള്ള 3 ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് ജെർലി മാത്യു, ഹായ്, ദാറ്റ് ഫ്രിഡ്ജ് ഹാൻഡിൽ യു ക്യാൻ യൂസ് ഫോർ കാർ സീറ്റ് ബെൽറ്റ് കവർ, സോ ബെൽറ്റ് വോണ്ട് റബ്ബ് ഓൺ യുവർ നെക്ക്. ഐ മെയ്ഡ് വൺ ഫോർ മൈസെൽഫ്, സോ ഗുഡ്. നല്ല സംഭവം അത്. അത് നമ്മുടെ കോട്ടൺ വേൾഡ് ഇല്ലേ, ഇതില്ലേ, അത് ഈ സീറ്റ് ബെൽറ്റ് ഇടുമ്പോ ഇവിടെ ഇട്ടിട്ട് കഴിഞ്ഞാലേ എനിക്ക് നമ്മള് മറ്റേ ഇവിടേക്ക് പോകുമ്പോ ഇവിടെ ഓരഞ്ഞിട്ട് കുറെ സമയം ഇങ്ങനെ പിടിച്ചിട്ട് അടിയിലേക്കൊക്കെ ആയിട്ടിരുന്ന് നടന്നേ. കൊടൈക്കനാല് പോയപ്പോ ഇത്ര സമയം ഇരിക്കല്ലേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട്. അപ്പൊ അത് ഇവിടെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കഴുത്ത്. നമ്മൾ ഉയരം കുറവായതുകൊണ്ട് എനിക്ക് ശരിക്കും കഴുത്തി കൂടെ അറിയണം. ഹൈറ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ പോയിരിക്കും. അപ്പൊ അവിടെ നല്ല സ്പോഞ്ച് പോലെ അങ്ങനെ ഇരുന്നോളല്ലോ. ഇതിന്റെ ഇത് ഒരയില്ല. ഞാൻ അങ്ങോട്ട് പോണ്ട്. നല്ലൊരു നിർദ്ദേശമാണ്. ഇവിടെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കുന്നത്. അവിടെ ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട്. അമ്മമാർക്ക് വളരെയേറെ സഹായകരമായി നമ്മുടെ വീഡിയോ. അമ്മ എന്ന് പറഞ്ഞതാണ് വലിയ തെറ്റായിക്കണേ. അമ്മ എന്ന് പറഞ്ഞത് തന്നെ ചേട്ടനാ. അപ്പൊ ഞാൻ ചോദിച്ചു, അത് പുറത്ത് വെച്ചിട്ടേ 3 അമ്മമാര് നടത്തുന്ന കട എന്നുള്ള അങ്ങനെയുള്ള ഒരു രീതിയിൽ ആണ് ഈ വീഡിയോ. അങ്ങനെ പറയുമ്പോഴാണ് അവര് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും വേണല്ലോ. പിന്നെ അമ്മ എന്ന് പറയണ അത്ര മോശം വാക്കല്ലല്ലോ. ഏറ്റവും മനോഹരമായ വാക്കുകളിൽ ഒന്നാണ് പവിത്രവും
അടുത്ത് അലിമോൻ, എൻ്റെ സരിതേ, ഇത്രയും വാരി വലിച്ച് ഇടിക്കണമായിരുന്നോ ആ പാവങ്ങൾക്ക്? അതായത് അവിടെയുള്ള ജോലിക്കാർക്ക് പണിയുണ്ടാക്കി കൊടുക്കണമായിരുന്നോ? സരിതയല്ല വാരി വലിച്ചിടുന്നത് മനസ്സിലായി, എന്നാലും അവരോടൊന്ന് സ്റ്റോപ്പ് പറയാമായിരുന്നു. ചേട്ടാ, ഇത് ഞാൻ പറയട്ടെ. ഞാനൊരു സാധനം എടുക്കാൻ പോയി, എന്നിട്ട് ഞാൻ എടുക്കാൻ ചെന്നിട്ട് അതെടുക്ക് ഇതെടുക്ക് മറ്റെടുക്ക് മറിച്ചെടുക്ക് എന്ന് പറഞ്ഞ് കുറേ വലിച്ചിടിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഒന്നും എടുക്കാണ്ട് പോയി. അപ്പം ചേട്ടൻ പറയണത് ശരിയാ, ഇത് പോയേക്കണത് അവർക്ക് ഗുണമുള്ള കാര്യത്തിനാണ്, അവർക്ക് പരസ്യം കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അവരാണ് അവരുടെ പ്രോഡക്ട്സ് കാണിച്ചു തന്നുകൊണ്ടിരിക്കണേ. എന്തിനു വേണ്ടി? ആളുകൾക്ക് കാണാൻ വേണ്ടി, ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് കാണാൻ വേണ്ടി. ഞങ്ങളത് കുഞ്ഞു കടയായതുകൊണ്ട് ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ആ വീഡിയോ 40 മിനിറ്റ് കൊണ്ടുണ്ട്. അല്ല, 1 മണിക്കൂർ 17 മിനിറ്റ് വീഡിയോ മൊത്തം ഉണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്തിട്ടാണ് 45 മിനിറ്റിലേക്ക് ആക്കിയത്. ബാക്കി കൊറേ കളഞ്ഞു. ഇതൊന്നല്ല, അത്രയ്ക്ക് എടുത്തിടണതാണെങ്കിൽ ഒരുപോലത്തെ സാധനങ്ങൾ എടുത്തിട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറയായിരുന്നു. ഇത് അവര് ഓരോന്നും വേറെ വേറെ മോഡല്, ഓരോന്നും അതിൻ്റെതായ ഭംഗിയും നല്ല ക്ലാസ് ലുക്കുള്ള സാധനങ്ങളാണ് ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ 1 മണിക്കൂറും 10 മിനിറ്റ് 17 മിനിറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല. അതിലത്തെ ബാക്കിയുള്ളപ്പോൾ 45 മിനിറ്റ് കഴിച്ചിട്ട് ബാക്കി 15-30 മിനിറ്റോളം കളഞ്ഞത് എന്ന് പറയണത് ഇതുപോലെ അവർ ഇട്ട് തന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലത്തെ നമുക്ക് താരതമ്യേന ഇത് വേണ്ട എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അവരാണ് എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞാനല്ല, ഞാൻ മതി എന്ന് ഇങ്ങനെ അവരോട് പറയാ. അവർക്ക് അവരുടെ പ്രോഡക്ട്സ് ഇങ്ങനെ കാണിക്കാൻ ഇഷ്ടം കൊണ്ട് അവരിങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അത് വേണ്ടെന്ന് പറയാ. പിന്നെ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ബീന കുമാർ loved this segment. Awesome products. Truly loved light comforters and quilts. Loved also the window valances. The lady had lots of great ideas. All cotton materials. Will try to visit this lovely store next time visit to India. Sarda looked overwhelmed with some unseen and unfamiliar goods. അത് ശരിയാട്ടാ. Hope you bought some lovely sheets. Thanks for sharing this information. ഈ ചേച്ചി എന്താ പറയുക, കേരളത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആളാണ്. അപ്പോൾ ആൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ പല സാധനങ്ങളും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും. അപ്പം ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒട്ടും ഞാൻ ഓക്കെ ആയിരുന്നില്ല അന്ന് ആ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ. അന്ന് പീരീഡ്സിൻ്റെ 2nd ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര പുറംകഴപ്പ്. ഈ വീഡിയോ ആണെങ്കിൽ 3-4 മാസമായിട്ട് നമ്മൾ ഡേറ്റ് മാറ്റി വെച്ച്, ഡേറ്റ് പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ച് അന്നത്തെ തിങ്കളാഴ്ചയിലേക്ക് ആക്കി എടുക്കാൻ പോവാൻ. അപ്പോൾ ആണ് തിങ്കളാഴ്ച മോളമ്മാൻ്റെയും റോഷിയും വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവർക്ക് വിളിച്ചിട്ട് അത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ ചൊവ്വാഴ്ച ഇനിയും ഈ ദിവസത്തൊന്നും എങ്ങനെയാണ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാണ്. അതിൻ്റെ ഉഷാറ് കുറവ് ആ വീഡിയോയിൽ എന്നെ കാണാൻ പറ്റും. ആ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് അവര് ആ ചേച്ചിമാര് എന്റെ പുറത്തൊക്കെ ഇടിച്ചു തരായിരുന്നു. 1.5 മണിക്കൂറോളം നമ്മള് ഷൂട്ട് ചെയ്തില്ലോ. 1.5 മണിക്കൂറോളം പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞ ഷോപ്പല്ലേ പെട്ടെന്ന് കഴിയുന്നു. പക്ഷെ ആ ചെറിയ ഷോപ്പായാലും അവിടെ അത്രയധികം സാധനങ്ങളുണ്ട്. അതും ഇടുന്നത് ഒന്നിനൊന്നും ഭംഗിയുള്ളത് മതി നമുക്ക് പറയാൻ തോന്നില്ല. അതുപോലെ ഭംഗിയുള്ള സാധനങ്ങളാണ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു ഇത് നമ്മുടെ സ്ക്രീനില് സരിതര ഇതില് കാണാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കുറച്ച് സമയം കട്ട് ചെയ്തിട്ട് ഞാൻ കസേരയിൽ അവിടെ ഇരിക്കും, എനിക്ക് പറ്റാണ്ട് പുറം കഴിച്ചിട്ടേ അങ്ങനെ. അപ്പം എന്നിട്ട് അതുകൊണ്ട് എനിക്ക് ബെഡ്ഷീറ്റ് പിന്നെ എന്നിട്ട് ചേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ ഈ ആഴ്ച തന്നെ പോണം. കാരണം എൻ്റെ ബെഡ്ഷീറ്റുകൾ അവിടെ വലിയ വാല്യൂലാന്നേ. എല്ലാവരും ഭയങ്കര വില എന്ന് പറയാനായിട്ട് എനിക്ക് 900 രൂപയുടെ ബെഡ്ഷീറ്റുകൾ കണ്ടില്ലേ. ഞാനിപ്പം നമ്മുടെ ബെഡ്ഷീറ്റുകൾ 1299 രൂപയുടെ ബെഡ്ഷീറ്റുകളാണ്. 1499, 1299 ബെഡ്ഷീറ്റുകളാണ്. കിങ് സൈസ് ആമസോണിൽ നിന്നാണ്. കാരണം എനിക്ക് കടകളിലത്തെ ഒന്നും ഇഷ്ടപ്പെടില്ലേ. കടകളിൽ പോയിട്ട് എനിക്ക് വെള്ളയിൽ പെട്ടതാ ഇഷ്ടമാവുള്ളൂ. ലൈറ്റ് കളറുകളാണ് നമുക്കിഷ്ടം, ഡാർക്ക് ഇഷ്ടേ അല്ല. അപ്പോൾ വെള്ളയിൽ പെട്ടതാണെങ്കിൽ പോലും ഡിസൈനുകളായാലും എനിക്ക് അങ്ങോട്ട് ഒരു ഇഷ്ടപ്പെടില്ല. ആ സമയം ആമസോണിൽ നിന്ന് നോക്കുമ്പോൾ നല്ലതുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ റേറ്റിൻ്റെയാണ് വാങ്ങിക്കണേ. ഇതായാലും കുറച്ച് നാൾ അടുപ്പിച്ചാകുമ്പോൾ വെള്ളയല്ലേ വേഗം കൂറിയാവും, ഒരു നരച്ച പോലെ ഇത് വരും. വെള്ള ഒരു ഓഫ് വൈറ്റ് പോലെയാവും മങ്ങിയിട്ട്. അപ്പം ഇതിന് ഇവിടെ 900 ചില്ലറ ഉള്ളോന്നേ. അതിനൊക്കെ വില കുറവാണ്. ഇത് കാണുമ്പോഴൊക്കെ ആളുകൾക്ക് തോന്നുന്നത് ഭയങ്കര റേറ്റ് ആണെന്ന്. പക്ഷെ അല്ല,
ഇതിൻ്റെ ചൂടുള്ളത് പിടിക്കാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ 25 രൂപ ആ വിലയൊക്കെയുള്ള 35, 40 ആ റേറ്റിനൊക്കെയുള്ള സാധനങ്ങളാണ് അതൊക്കെ. കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഭയങ്കര റേറ്റുള്ളതാണ്. ആ റേറ്റിനുള്ള നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര റേറ്റ് ആകുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന റേറ്റ് ഇല്ല സാധനങ്ങൾക്ക്. അടുത്തത് കൊച്ചുറാണി. എല്ലാം നല്ല സൂപ്പർ മെറ്റീരിയൽസ്, എല്ലാം എടുത്ത് കാണിച്ച് വിവരിച്ച് തന്ന ഓണർ സൂപ്പർ, സന്തോഷം. അടുത്തത് ഗിരിജ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലെ ഹാളിൽ കയറി വരുന്നിടത്ത് പുതിയ അരിച്ചാക്കി വിരിച്ചിടും. ശരിയാ, ചെറുപ്പകാലത്തല്ലേ? പഴയ കീറിപ്പൊളിയ ചാക്കാവും ഉണ്ടാവാ, ചണച്ചാക്ക്. പക്ഷെ വല്ലവരും വരുന്ന ദിവസം നല്ല കീറാത്ത നല്ല ചാക്കുണ്ടാവും. അപ്പൊ അടിയും തൊടയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാക്കാണ് വിരിച്ചിടാവും. ഭയങ്കര ഡിമാൻഡാ. അതിന്റെ അത്രയ്ക്കും വെള്ളം കാലിൽ ചവിട്ടി തയ്ക്കാൻ പറ്റിയൊരു സാധനം ഇല്ല അല്ലേ? അയ്യോ, എനിക്ക് ചവിട്ടി വാങ്ങിക്കണം. ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീക്ക്നെസ് ആണ്. ചവിട്ടിയും പിന്നെ കടക്കവിരി, പിന്നെ ജഗുവിന് സ്കൂള് തുറക്കാറാകുമ്പോഴേക്കും ടവൽ മറ്റേ ഇതില്ലേ അത് കെട്ടാനായിട്ടുള്ള ആ സാധനം, അതൊക്കെ വാങ്ങിക്കാൻ പോകണം. പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ കൈ തുടയ്ക്കാനായിട്ട് ഇടുന്ന ടർക്കിയില് ടവല്, അതൊക്കെ വാങ്ങിക്കണം. അടുത്തത് ഷമീല മുസ്തഫ. ഹായ് അജു ആൻഡ് സരിത, നല്ല വീഡിയോ ട്ടാ. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമാണ്, നല്ല ഇഷ്ടമായി. പിന്നെ അവിടുത്തെ പരിസരം ഇഷ്ടപ്പെട്ടു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു സ്ഥലം അല്ലേ? ഒരു സിനിമയില്ലേ നവ്യയും 2 അമ്മമാരും ഉള്ളത്, പേര് മറന്നു സിനിമയുടെ, തുള്ളിക്കിലിക്ക, സുകുമാരിയും ഉണ്ട് അതിലെ ആ വീട് പോലെ അതിലുള്ളവരെയും പോലെ തോന്നി ആ ആൻറ്റിയെ കണ്ടപ്പോൾ. ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഒരു സ്ഥലം തൃശ്ശൂരുള്ളത് അറിയില്ലായിരുന്നു. കാണിച്ചു തന്നതിന് ഒത്തിരി സന്തോഷം, പറയാൻ വാക്കുകളില്ല. സന്തോഷം. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കറിയാം ഈ സന്തോഷം. സരിതയ്ക്കും അതൊക്കെ കണ്ടപ്പോൾ സന്തോഷമുണ്ടായി അല്ലേ? സരിതയെ കാണുമ്പോൾ തന്നെ അറിയാം. എനിക്ക് നല്ല ഇഷ്ടമായി. അടുത്ത് പട്ടത്തിൽ ശശികുമാർ. Aju Sarada, you have visited a shop which an ordinary people can't go for a purchase. It means that Sarada has gone to a high standard person. ഓർഡിനറി പീപ്പിളിന് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് എങ്ങനെയാണ് ശശിയേട്ടന് മനസ്സിലായത്? അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, റേറ്റ് കുറവാണ് അവിടുത്തെ സാധനങ്ങൾക്ക്. അതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു തുണിക്കടയിൽ പോയിട്ട് എടുക്കുന്നതിനേക്കാളും റേറ്റ് കുറവാണ് ഇവിടെ. അല്ലാണ്ട് ഞാനിപ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് പേഴ്സൺ ആയിട്ടല്ല. വി ഡോണ്ട് പ്രിഫർ സച്ച് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോസ്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. അതായത് ഇങ്ങനത്തെ പെയ്ഡ് പ്രൊമോഷൻ വീഡിയോസ് ഇവർക്ക് ഇഷ്ടമില്ലാന്ന് ഈ പട്ടത്തിൽ ശശികുമാർ ആ ചേട്ടന് ഇഷ്ടമില്ല. നമുക്കിങ്ങനെയുള്ള ഓരോ ആളുകളെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോ ഈ കടയിൽ ഇപ്പോഴല്ല അറിയണത്. അവിടെ ആ വെന്യൂല്ല ആ സ്ട്രീറ്റ്, അവിടത്തെ ഫ്ലാറ്റിൽ താമസിക്കണ ഒരു ചേച്ചി കമന്റ് ഇട്ടുണ്ട്. അവിടെ താമസിച്ചിട്ട് വരെ ഇവിടെ അടുത്ത് ഇത്ര നല്ലൊരു കടകൾ അറിഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞത് നന്നായി, എന്തായാലും പോന്നു പറഞ്ഞിട്ട്. ഇപ്പൊ വേറൊരു കാര്യം, നമ്മള് വെളിച്ചെണ്ണ ഈ അഭിഷേക് എന്ന് പറഞ്ഞ കൊച്ചി പയ്യൻ ഒരു വെളിച്ചെണ്ണ കമ്പനി കുഞ്ഞീത് ആരംഭിച്ചു. അതിപ്പോ നമ്മൾ പറഞ്ഞില്ല ആരും അറിയില്ല, അവന് കച്ചവടം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവൻ പിന്നെ അല്ലെങ്കിൽ ഭയങ്കര പൈസ മുടക്കിയിട്ട് വലിയ പരസ്യങ്ങള് നമ്മുടെ ടിവിയിലാ അതിലൊക്കെ ചെയ്യണം. അതിന് മാത്രമുള്ള ഒരു ഇത് അവർക്ക് ഇല്ല. അപ്പൊ പിന്നെ എന്ത് നല്ല പ്രോഡക്ട്സ് ഉണ്ടാക്കിക്കോട്ടെ, എന്ത് സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചിരുന്നാ മതിയാ. ആളുകളെ അറിയിക്കണ്ടേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്? അതിന് പരസ്യം ചെയ്തേ പറ്റൂ. നമ്മളെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ പൈസ ഉള്ളവർ അതിനനുസരിച്ചിട്ട് കൂടുതൽ വലിയ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും മഞ്ജു വാര്യരെയൊക്കെ വെച്ചിട്ട് പരസ്യം ചെയ്യും. ആളുകളെ അറിയിക്കണ്ടേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത്? പോരല്ലോ. അതാണ് ഇവര് ഇത്രയും നല്ലൊരു ഷോപ്പ് അവിടെ 25 വർഷമായിട്ട് അവിടെ അതെ അറിയണില്ല. ഇപ്പൊ ചേട്ടൻ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങളും പരസ്യം കണ്ടിട്ടായിരിക്കും ഇല്ലേ? നമ്മൾ ടിവിയില് ഓരോ ഇതിന്റെ ഇടയിലൊക്കെ പരസ്യം കാണില്ലേ? നമ്മുടെ ബ്രോഡാഡി സിനിമയിൽ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് തേക്കാൻ എടുക്കുന്ന ബ്രഷ്, പേസ്റ്റ് തൊട്ട് അതൊക്കെ പരസ്യങ്ങളിൽ കണ്ടിട്ടല്ലേ നമ്മൾ വാങ്ങിക്കണേ. നമ്മളിപ്പോൾ സെൻസോഡൈനാണ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ആ സെൻസോഡൈൻ പല്ലിൻ്റെ മറ്റേ പുളിപ്പിൻ്റെ നല്ലതാണെന്ന് ഇങ്ങനെയാണ് നമ്മൾ അറിഞ്ഞേ, നമ്മൾ ഈ പരസ്യം കണ്ടിട്ട്. അപ്പോൾ അത് കാണുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പ്രൊമോഷൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ വീഡിയോസിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. You may say that if we don't want to watch such posts to skip it, that's how Aju and Sarada would tell. നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയാ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ കാണണ്ട എന്നാവും നിങ്ങൾ പറയാന്ന്. നമ്മളങ്ങനെയല്ല പറഞ്ഞേട്ടാ, നമ്മൾ പറഞ്ഞത് വേറെയാ. അവരൊക്കെ പരിചയപ്പെടുത്തണം എന്നാ പറഞ്ഞു. അതെ, നമ്മള് ഇടുന്ന എല്ലാ വീഡിയോയിലും പ്രൊമോഷൻ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. നമുക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം. ഞങ്ങൾ പറയില്ലേ 3-4 മാസം മുന്നേ ഞങ്ങൾ പോയതാ കടയിലേക്ക് അവർ വിളിച്ചപ്പോൾ
ഞങ്ങൾ അവരെ വീഡിയോ ചെയ്യാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ആ ചേച്ചിമാരോട് പറഞ്ഞ കാര്യം ഇതാണ്, ഞങ്ങൾ വന്ന് നോക്കിയിട്ട് ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടേ മാത്രമേ ചെയ്യുള്ളൂ കേട്ടാ. അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ എല്ലാം നല്ല ക്ലാസ് സാധനങ്ങൾ. അപ്പോൾ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ച് നീണ്ടാണ് ഇപ്പോൾ ചെയ്തതെന്ന് മാത്രം. We feel shame that Ajju went unwanted as cats don't have anything to do while goldsmith melting gold. നാണക്കേട് തോന്നിയെന്ന്. ഒന്നാമത്തേൽ അവിടെ ആണുങ്ങളുടെ പ്രോഡക്ട്സ് ഇല്ല, സ്ത്രീകളുടെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഞാൻ മാത്രം മതി. ആ ചേച്ചിയും പറയുന്നുണ്ട്, പിന്നെ ഞാനത് നോക്കാനും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനി ചേട്ടനും കൂടി വന്ന് നിന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ചേട്ടൻ മാറി നിൽക്കുന്നു. മറ്റേ കരിമിക്കേരെ അവിടെ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനത് അതിൽ സംസാരിച്ചിട്ടേ ഇല്ല. ചേട്ടനാണ് മുഴുവൻ ഓടി നടക്കുന്നത്. അതിൽ കൃഷിയാണ്, അത് ചേട്ടന് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരും അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യണം. അല്ല അത് വിചാരിച്ചിട്ട് ഇപ്പം അയ്യോ ചേട്ടൻ അറിയാവുന്ന കാര്യം എനിക്ക് നാണക്കേട്, ഞാൻ മാറി നിൽക്കണോണ്ട് എനിക്ക് അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ. അതൊക്കെ തോന്നൽ മാത്രമാണ് ചേട്ടൻ. നമ്മുടെ ഇന്നത്തെ കമന്റ് വായന അവസാനിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.